ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? നമ്മൾ യൂണിറ്റ് ടോക്ക് 23 ആണല്ലോ ഇന്ന്. എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് ബിസി ആയതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിലൊരു ഡിലേ വരുത്തേണ്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി പോകാന്ന് കരുതിയിട്ടാണ് റമദാനിലും സെഷൻ വെക്കാന്ന് കരുതി. നോമ്പൊക്കെ ഉഷാറായി പോകുന്നില്ലേ? നമ്മൾ നോമ്പിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടില്ലേ. പ്രേയർ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഡെയിലി പ്രാർത്ഥിക്കുന്നവരാണല്ലേ. ഇതിപ്പോ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേലും അറിയാതെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അള്ളാഹ് പഠിച്ചോനെ അങ്ങനെ നമ്മൾ വിളിക്കല്ലോ. ആ വിളിക്കുന്ന ആളടുത്ത് എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പടച്ചോൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്നാലും പരിധി വെച്ചിട്ട് നമ്മൾ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും പ്രാർത്ഥിക്കുമ്പോൾ പോലും നമുക്കൊരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവാണ്. ഇതൊക്കെ നടക്കോ? മറ്റേ സാർ ഇന്നലെ ക്ലാസ്സിൽ എന്താ പോലെ കിട്ടിയാ കിട്ടി, പോയാ പോയി, ആ ഒരു മൂഡിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അതൊക്കെ മാറ്റേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിൽ ആ ഒരു ബിലീഫിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. പടച്ചോൻ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് എത്ര പരിധികളില്ലാതെ പരിമിതികളില്ലാതെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ കാര്യങ്ങളും ആഹ്റത്തിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് ആരോ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ദുനിയാവിലെ സമ്പത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽ തിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നില്ലേ. അത് തെറ്റ് വരുന്നത് എപ്പോഴാണ്? നമ്മളെ ഇന്റൻഷൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ അങ്ങനെയൊക്കെ നേടിയെടുക്കുക, അല്ലെങ്കിൽ അവരെ മുന്നിൽ പക വീട്ടാന് പ്രതികാരം തീർക്കാന്, അതൊക്കെ നമ്മളെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ദുനിയാവിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തെറ്റായി മാറുന്നത്. പക്ഷെ നമ്മളെ ഇന്റൻഷൻ മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ വെൽത്ത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിലൊരു തെറ്റുമില്ല എന്നില്ല. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ് പ്രാർത്ഥിക്കുക എത്രത്തോളം പറ്റുന്നില്ല എന്റെ. ഇനിയും ഡീപ്പായിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാ വരുത്തേണ്ടി നിലക്ക് നഫ്സൽ സർ ഉഷാറായിട്ട് തന്നെ പറഞ്ഞുതരും. നഫ്സൽ സറിന്റെ സെഷന് വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. താങ്ക് യു ഹുസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കോട്ടിൽ തന്നെ തുടങ്ങാം. റൂമി റളിയല്ലാഹുവിന്റെ ഒരു കോട്ട് ഉണ്ട്. എന്നുവെച്ചാൽ ഇഫ് യു ഹാവ് വൺ പ്രെയർ എ ഡേ ലെറ്റ് ഇറ്റ് ബി താങ്ക് യു. ദറ്റ് മീൻസ് ഒറ്റൊരു പ്രാർത്ഥന മാത്രമേ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് താങ്ക് യു അല്ലെങ്കിൽ നന്ദി പറയുന്നതാവട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ അതേപോലെ തന്നെ ഇവിടെ ഇപ്പം 10-13 ആൾക്കാർ ഇപ്പം ഈ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡിനറി ചെയ്യാറ് 8 മണിക്കായിരുന്നു. ഇപ്പൊ 23-ാമത്തെ ഗൈഡ് ടോക്ക് ആണ്. അപ്പോ റമദാനുമായിട്ട് ബന്ധപ്പെട്ട സമയമായതുകൊണ്ട് റഹ്മത്തിന്റെ പത്താണ്. അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാനും അതേപോലെ സമൃദ്ധി നമ്മളുടെ ലൈഫിലേക്ക് എത്തിക്കാനും സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബണ്ടൻസ് അല്ലെങ്കിൽ റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബറക്കത്ത് എന്നൊക്കെ പറയലോ. ഉള്ളതിൽ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു ഫീല് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ റഹ്മത്തിന്റെ പത്ത് റഹ്മാനു റഹീം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഫാത്തിഹയിലും അതിനായിട്ടൊരു സൂറത്ത് പോലും ഉണ്ട്. അപ്പോ ആ രീതിയിൽ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുക്കാനോ പിന്നെ പ്രാർത്ഥനയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത് അത് സ്വീകരിക്കപ്പെടാൻ കുറച്ച് ഫാസ്റ്റർ ആയിട്ട് സ്വീകരിക്കപ്പെടാൻ ചാൻസ് കൂടി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോ എല്ലാവരും ഒന്ന് ഇവിടെ ഉള്ള ആൾക്കാര് ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേര് ഹഫ്സൽ മാജിദ് എന്നാണ്, ഞാൻ കോഴിക്കോടാണ്. ജസ്റ്റ് ഒന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്താലും മതിയായിരുന്നു. റഷീദ ഷിറിൻ മലപ്പുറം, മുംതാസ് കണ്ണൂർ, സുഹറ കണ്ണൂർ, മുർഷിയാസിർ മലപ്പുറം, അഫീ വി വി കെ മെന്റർ വയനാട്. വയനാട് ആൾക്കാർ പൊതുവെ കുറവാണ്. റമീസ കണ്ണൂർ, ജുംല മലപ്പുറം, ഷെറി മലപ്പുറം. ഓക്കെ, ഏതായാലും ഈ വീക്കിലും എനിക്ക് ഒന്ന് മലപ്പുറം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഇവനെ പോലെ ഷെറി മലപ്പുറം. ഓക്കെ, ഏതായാലും റിപ്ലൈ തന്നതിൽ താങ്ക് യു സോ മച്ച്. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ ഈ തിരക്കിന്റെ ഇടയിലും അതേപോലെ നോമ്പൊക്കെ ആയിട്ടും കുറച്ച് സമയം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രമിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതിന് ഒരുപാട് നന്ദി പറയാണ്. ഒരിക്കലും നമ്മൾ ഫസീല ഡയമണ്ട് കാലിക്കറ്റ്, സ്വയം തന്നെ ഡയമണ്ട് എന്ന് വിളിക്കുന്ന ഒരാള് ഇവിടെ ഉണ്ട്, ഫസീല. താങ്ക് യു സോ മച്ച്. ഏതായാലും ആ ഒരു വാല്യൂ ലൈഫിൽ കാണിക്കാൻ പറ്റട്ടെ, അതുപോലെ ആ ഒരു ഡയമണ്ട് ആയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹാവിങ് സച്ച് കൈൻഡ് ഓഫ് സെൽഫ് ലവ്. അപ്പോ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എല്ലാവരും ഒന്ന് ചെയ്യേണ്ടത്, എല്ലാവരുടെ കയ്യിലും ബുക്ക് പെന്ന് സാധനങ്ങൾ ഉണ്ടോ?
ഒരു പേപ്പറോ പെന്നോ എന്തെങ്കിലും. നമ്മൾ പ്രേയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണല്ലോ. എങ്ങനെയാണ് നമ്മൾ ഞാൻ ഒരിക്കലും ഇവിടെ ഓരോ സിക്കറുകളും കാര്യങ്ങളൊന്നും പറഞ്ഞിരല്ല ചെയ്യുക, ഓരോ ദുആകളൊന്നും പറഞ്ഞിരല്ല ചെയ്യുക. പക്ഷെ ആ പ്രെയർ ചെയ്യുന്ന സമയം നമ്മൾ പ്രാർത്ഥന എന്നുള്ള സംഭവത്തിന് നമ്മൾ ജസ്റ്റ് വിചാരിക്കുന്നത് നമ്മൾ നിസ്കാരത്തിന് ശേഷവും അല്ലാതെയൊക്കെ നമ്മൾ ഇങ്ങനെ വർഷത്തിനോട് ഇങ്ങനെ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ആ പ്രോസസ്സിനാണല്ലോ. അതിന് പകരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സയന്റിഫിക് പ്രെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പ്രാർത്ഥിക്കാതെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ടെക്നിക്സ് ഉണ്ട്. മൈൻഡ് റിലേറ്റഡ് ആയിട്ടും അതേപോലെ നമ്മുടെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒന്ന് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട്, അല്ല നമ്മൾ ഫസ്റ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യാം. എന്നാ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. എല്ലാവരും മെഡിറ്റേഷൻ ഫസ്റ്റ് ടൈം മെഡിറ്റേഷൻ ചിലപ്പോൾ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരിക്കും ഉണ്ടാവാം. ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ചിട്ട് തള്ളവിരൽ കൂട്ടിമുട്ടിച്ചിരിക്കുക കേട്ടോ. റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഒന്നും ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഒന്നും അല്ലാതെ കേൾക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ആ ഒരു ഫീലോട് കൂടി ആ ഇമോഷൻ മൈൻഡിൽ കൊണ്ടുവരിക. ആ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതൊന്ന് ചിന്തയിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ ചിന്തയിലുള്ള ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ ഒന്ന് മൈൻഡിലേക്കും ബോഡിയിലേക്കും ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാം. എല്ലാവരും റെഡി ആണോ? ഞാൻ ജസ്റ്റ് മ്യൂസിക് ഒന്ന് ഷെയർ ചെയ്യാം. സൗണ്ട് ഓക്കെ അല്ലേ? കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതു കൈക്ക് മുകളിൽ കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും. ആദ്യമായി നിങ്ങൾ കിടന്നുറങ്ങിയ ബെഡിന് നന്ദി പറയുക. നിങ്ങളുടെ ഉണർവിൽ രാവിലെയും സമയത്ത് നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും ശ്വസിക്കാനുള്ള കഴിവും രുചിക്കാനുള്ള കഴിവിനും ഓരോ കാര്യങ്ങൾ
തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവിനും നന്ദി പറയും. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കിഡ്നി, ലങ്സ്, വൻകുടൽ, ചെറുകുടൽ, ശരീരത്തിലെ ഞരമ്പുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, ഓരോ നിമിഷത്തിലും എടുക്കുന്ന ശ്വാസം, അങ്ങനെ തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയം നന്ദി രേഖപ്പെടുത്തും. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും കാലത്തിനിടയിൽ കഴിച്ച ഭക്ഷണത്തിനും കുടിച്ച വെള്ളത്തിനും നന്ദി പറയുക. ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന നിങ്ങളുടെ വീടിന് നന്ദി പറയും. നിങ്ങളുടെ എല്ലാ കുടുംബക്കാർക്കും നന്ദി പറയുക. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരി, സഹോദരന്മാർ, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധുക്കൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടുകാർക്ക് നന്ദി പറയുക. നിങ്ങളെ ഇത്രയും കാലം വിദ്യ അഭ്യസിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന് നന്ദി പറയുക. നിങ്ങൾ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ, എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അവരുടെ സൃഷ്ടാവിനോട് അറിയിക്കുക. എൻ്റെ വീട്ടിലെ വാഹനങ്ങൾക്ക് ഓരോരുത്തരും നന്ദി പറയും. ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യും, സ്വന്തമായിട്ടും കുടുംബത്തോടൊപ്പവും ഫ്രണ്ട്സിന്റെ കൂടെ പോകും. ആ യാത്രകൾക്ക് നന്ദി പറയും. ആ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഓർത്തെടുത്ത് ആ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫീലിങ്സും ഇമോഷൻസും നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കും.
ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും നന്ദി പറയുക. ജീവിതത്തിൽ ഒരുപാട് മനുഷ്യർ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെന്റർ, ജീവിതത്തിലെ ഒരുപാട് നല്ല മനുഷ്യന്മാർ പോയി. ആ മനുഷ്യന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. ഓരോരുത്തരും കൂടുതൽ സന്തോഷമുള്ള എനിക്കെന്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടും. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് അതിന്റെ കണ്ണുകൾ ചിരിയോടെ മെഡിറ്റേഷൻ ഒന്ന് തിരിച്ചു വന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ മുർഷിദ് വന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് അമീർ ഭായി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അമീർ ഭായ്, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. ആളൊരു കോച്ചാണ്, പ്രോസ്പെറിറ്റി കോച്ചാണ്. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിരുന്നു. അമീർ മൊയ്തീൻ പേര് കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ മെഡിറ്റേഷൻ ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇന്ന് സയന്റിഫിക് പ്രയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മുർഷിദ് വിചാരിക്കുന്നുണ്ട്, അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യമാണല്ലോ പറയുന്നത്. ഫസ്റ്റ് ചെയ്യാം. താങ്ക് യു അഫി, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫില് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കുറെ പ്രാർത്ഥനകൾ ഉണ്ടല്ലോ. ആ പ്രാർത്ഥനകളൊന്ന് ഒരു 10 കാര്യം ഒന്ന് എഴുതി വെക്കാം. ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട്, അല്ല ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഒരു 10 കാര്യങ്ങള് ഒന്നും പേതളപ്പത് നിങ്ങൾ ഏതാണ്ട് നിങ്ങൾ എന്തായാലും ലിസ്റ്റ് എടുത്താൽ മതി കേട്ടോ. ഒരു 10 കാര്യങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവല്ലോ. ആ കാര്യങ്ങളിൽ ഒരു 10 കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ആരെങ്കിലും എഴുതുന്നുണ്ടോ? പെന്നും പേപ്പറും കയ്യിലുണ്ട് എല്ലാവരും? എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് ആരായിരുന്നു പറഞ്ഞത്? അഫീ എന്ന ആളല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേരെന്താ? അഫീഫ എന്നാ? ഫിഫ. ഞാൻ ഫസ്റ്റ് ആണ് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. ആ മെഡിറ്റേഷൻ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, ഉള്ളിലേക്ക് എത്തിയ പോലെ. മാഷാഅല്ലാഹ്. താങ്ക് യു സോ മച്ച്. ഇതുവരെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ചതായിരിക്കാം. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിപ്പം പല സമയത്തായിട്ട് സന്തോഷിച്ചിട്ടുണ്ടാവില്ല. ചില പ്രാർത്ഥനകൾ കേട്ട സമയത്ത്, ദാറ്റ് മീൻസ് സ്വീകരിക്കപ്പെട്ട സമയത്ത്, നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റിയ സമയത്ത് സന്തോഷിച്ചിട്ടുണ്ടാവില്ല. ആ സന്തോഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു 10 കാര്യങ്ങൾ. കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ എഴുതാൻ കിട്ടുന്നില്ല. എങ്ങനെയാ? അല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ പറ്റും.
നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ജോലി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഠനവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതേപോലെ കുടുംബ ബന്ധങ്ങളും അതേപോലെ ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ പറ്റും. ലൈഫിൽ അച്ചീവ്മെന്റ്സ് എഴുതാൻ പറ്റും. യാത്രകളോ എന്ത് വേണമെങ്കിലും എഴുതാം. എന്താണോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ. എനിക്കറിയില്ല ഏതൊക്കെ മേഖലയിലാണ് ഉള്ളത്, പക്ഷെ ഈ 3 സെക്ടറിലും കണക്ട് ചെയ്യാം. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്. ആരോ എന്തോ ചോദിച്ചിരുന്നോ? അല്ല, അൺമ്യൂട്ട് ആക്കാതെ എന്തോ പറഞ്ഞാന്ന് തോന്നുന്നു. അല്ല, മ്യൂട്ട് ആക്കാതെ എന്തോ അവിടെ പറഞ്ഞാന്ന് തോന്നുന്നു. റമി മാം ആള് 2 വട്ടം ട്രൈ ചെയ്ത്. ഞാൻ നിങ്ങള് വേറെ നോയ്സ് കേട്ടപ്പോൾ ഓഫ് ചെയ്താണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വന്നാണെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഡൗട്ട് ചോദിക്കാൻ വന്നേ റമീസ് സാറിന്റെ ആങ്ങളെയാന്ന് ഇത്. ഹലോ, എന്തായിരുന്നു? ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നയാ. റമീസ് സാറുടെ ആങ്ങളെയാന്ന്. ഓക്കെ ചോദിച്ചോളൂ. അല്ല, ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തറാവി ഇല്ലേ, തറാവിന്റെ സമയല്ലേ ഇത്? ഈ സമയത്തെല്ലാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. തറാവി നിസ്കരിച്ചിട്ടുണ്ട് ഞാന്. തറാവി നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിച്ച് കഴിഞ്ഞിട്ടില്ല ക്ലാസ്സാ? ആ, നിങ്ങള് എവിടെയാ, പുറത്താണോ അല്ലെ ഇവിടെ തന്നെയാ? നാട്ടിൽ തന്നെയാ. നാട്ടിൽ തന്നെ. നാട്ടിൽ 9 മണിക്കൊക്കെ തറാവി കഴിഞ്ഞാ? അല്ലല്ല, പള്ളിയിൽ പോയിട്ടില്ല. ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചാണ്. മാഷാ അല്ലാ. നോക്കി ആ ഡൗട്ട് ചോദിക്കണ്ടിട്ട് വന്നതാ. നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല, ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോന്ന് ഞാനിത് കണ്ടത്. എന്റെ ഓളാടുന്ന് നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോ ഇതിൽ ഫുള്ള് വരുന്നത് ഇങ്ങനെ പ്രാർത്ഥനന്റെയും കാര്യത്തിന്റെ അല്ലേ. അപ്പൊ നമ്മളൊരു ഡൗട്ട് ചോദിക്കണ്ടേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് എല്ലാം എടുക്കുമ്പോ ഫസ്റ്റ് തറാവിന്റെ ഈ ഒരു കറക്റ്റ് ടൈമിൽ എടുക്കുമ്പോ അതൊരു എന്താ പറയാ, ഒരു നെഗറ്റീവായ കാര്യല്ലേ. നമ്മള് പിന്നെ ഒന്നിക്കല് അസറിന് ശേഷം അങ്ങനെ ആ ഒരു ടൈമിന്, അല്ല ളുഹർ ടു അസർ ആ ടൈം അങ്ങനെയല്ല ചെയ്യണ്ടേ. അല്ലാണ്ട് ഇതിപ്പോ കറക്റ്റ് തറാവിന്റെ സമയമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തല്ലേ. നോക്കെ ഇൻഷാ അല്ലാ നിങ്ങളെ ക്ലാസ് നടക്കട്ടെ. നോക്കെ. ശരി. എഴുതിയോ? എല്ലാരും എഴുതിയോ? 10 എണ്ണം? എല്ലാരും ഒന്ന് സ്തംഭിച്ച പോലെ ഉണ്ടല്ലോ. ആരെങ്കിലും എഴുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു 5 എണ്ണം കൊടുത്താൽ മതിയാവും. മറ്റേത് ടൈം എഴുതുന്നുണ്ട് 1 2 3 അല്ല, തീരെ. എത്ര എണ്ണം കിട്ടി മാം? 9 എണ്ണം കിട്ടി. 9 എണ്ണ? പക്ഷെ കൊറേ അതല്ല, കൊറേ പ്രാർത്ഥന ഇതായിട്ടുണ്ട്. പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിൽ വരുന്നില്ല. അതാ ഞാൻ വിചാരിക്കുന്നേ. ചില സമയത്തൊക്കെ വിചാരിക്കും റബ്ബേ അത് തന്നല്ലോ ഇത് തന്നല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ പറയും. വേറെ ആരെങ്കിലും എഴുതി കഴിഞ്ഞോ? 5 എണ്ണെങ്കിലും എഴുതി കഴിഞ്ഞവരുണ്ടോ? ഒമ്പതെണ്ണായി എൻ്റെ. വേറെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ആരും എഴുതുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം ചില ആൾക്കാർ ഇപ്പം ജോയിൻ ചെയ്തവരുണ്ടെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് കേട്ടോ. ഒരു 10 കാര്യങ്ങളൊന്നും എഴുതാനാ പറഞ്ഞത്. എഴുതുന്നുണ്ടല്ലേ? ഓക്കെ, റഷീദാണ് എഴുതുന്നുണ്ട്. 5 എണ്ണാണെങ്കിലും 5 എണ്ണം എഴുതിക്കോളൂ. തീരെ കിട്ടുന്നില്ല. 5 എഴുതില്ല. ഓക്കെ 5 എണ്ണം മതി. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ 5 എണ്ണം എഴുതിക്കോളൂ. 10 എഴുതി. ഓക്കെ, താങ്ക് യു.
ഏത് മേഖലയിലും ഏതാട്ടോ? ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങള്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ ഏതാ? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും. അത് നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് കേട്ടോ. ഉദ്ദേശിച്ചത് ഇപ്പം ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് സഹോദരി സഹോദരന്മാര് മക്കൾ അങ്ങനത്തെ ഉണ്ടല്ലോ. വേറെ ആരെങ്കിലും എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? 5 എഴുതി കഴിഞ്ഞവരുണ്ടോ? അധികം ആൾക്കാർക്കും റഷീദ മാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളതൊന്ന് ഓർത്തെടുത്ത് എഴുതാം കേട്ടോ. അപ്പം ഒരു 3 പോലും എഴുതാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? മുംതാസ് മാം 5 എഴുതി. ഇതുവരെ ഒരു പ്രാർത്ഥനകളും കേൾക്കാത്ത, മീൻസ് സ്വീകരിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുപോലെ എഴുതാൻ കിട്ടാത്ത? ആയിക്കോട്ടെ. ഇനി ഇപ്പം നിങ്ങൾക്ക് എഴുതിയിടത്തോളം ഉള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് ക്ലാസ്സിന് ശേഷം ഒന്ന് ഫില്ലപ്പ് ചെയ്യാം കേട്ടോ. ഞാനത് ചോദിക്കാൻ കാരണം എന്താ അറിയോ? നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചതും അല്ലാത്തതും ഒക്കെ നടക്കുന്നുണ്ട്. കുറെ അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് പല സമയത്ത് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ കിട്ടാത്ത കാര്യങ്ങൾ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റും. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, മറ്റേത് കിട്ടിയില്ല. എന്താ സംഭവം? നമ്മളെല്ലാവരുടെയും മൈൻഡ് ഓട്ടോമാറ്റിക്കലി നെഗറ്റിവിറ്റിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം അറിയോ? നമ്മളിപ്പം എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഓരോ നിസ്കാരത്തും പ്രാർത്ഥന അല്ലെ നിസ്കാരം ചെയ്യുന്ന ആൾക്കാരാകുന്ന സമയത്ത് എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങുന്നത് പോലും നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസ്മി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം നമ്മൾ 33 പ്രാവശ്യം അൽഹംദുലില്ലാ പറയുന്നുണ്ട്. അതേപോലെ ഉറങ്ങി എണീച്ച ഉടനെ നമ്മൾ ഇപ്പം മരണത്തിൽ നിന്ന് ഉണർച്ചയിലേക്ക് വരുത്തിയതിന് അൽഹംദുലില്ലാ നമ്മൾ പറയുന്നുണ്ട്. ഇതേപോലെ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഇതേപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത്. എന്താ സംഭവം? നമ്മൾ എല്ലാ സമയത്തും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കിട്ടിയതിന് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. പക്ഷെ പല സമയത്തും പല ഭക്ഷണത്തിന് പോലും നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് തവണ നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ആഗ്രഹിച്ചത് നമ്മളെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വലിയൊരു വാല്യൂ കൊടുത്ത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. ഇപ്പം നമ്മൾ എഴുതാൻ പറഞ്ഞത് വലിയ കാര്യങ്ങൾ തന്നെ എഴുതണം എന്ന് ഉദ്ദേശിച്ചല്ലായിരുന്നു പറഞ്ഞത്. അതേപോലെ ഓർത്തെടുത്ത് എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. കിട്ടാത്ത കാര്യങ്ങളിലേക്ക് മാത്രമാണ് നമ്മളെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി കൂടുതൽ സമയവും പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 50,000 to 60,000-ഓളം ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നുണ്ട്. ആ ഓരോ ദിവസവും ആ ചിന്തകളിൽ ഏകദേശം 70% സെൽഫിനെ കുറിച്ചുള്ള ചിന്തയാണ് അധിക സമയത്തും വരും. പല ഡിസിഷൻസ് എടുക്കുന്നതും ഒക്കെ ഉണ്ടാവില്ല. പക്ഷെ 70% നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത്. പക്ഷെ കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മളെ പറ്റി ആരെങ്കിലും ഒരു മോശമായിട്ട്, ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണെ, ഇപ്പോ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരാളെ ബ്രദർ വന്ന് സംസാരിച്ചല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാം,
ഞാൻ ശരിക്കും ക്ലാസ് ഒക്കെ എടുക്കും ഇങ്ങനെ പറയാറുണ്ടല്ലോ, ആരെങ്കിലും ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം അവർ പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവരെ ഭാഗത്തുള്ള ഒരു ഒപ്പീനിയൻ റേസ് ചെയ്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താ അറിയോ, ഞാൻ പൊതുവെ ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട് എന്ത്, ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വീണ്ടും ഇപ്പോഴും ഈ 14 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പോഴും ആ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഉണ്ട്. ചില ആൾക്കാരെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാലും അല്ല അങ്ങനെ പറഞ്ഞല്ലോ, എന്തിനു വെച്ചാൽ അങ്ങനെ പറഞ്ഞെന്നുള്ള രീതിയിൽ. പക്ഷെ എന്താ സംഭവം എന്നറിയോ, ഇതേപോലെ ഇപ്പൊ ആരെങ്കിലും ഒന്നിപ്പോ നല്ലതും അതിന്റെ ഇടയിൽ ഒരാൾ നല്ലതും പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് ആദ്യത്തെ മെഡിറ്റേഷൻ കിട്ടിയ സമയത്ത് ഇപ്പം നമ്മുടെ ആഫിഫ ഞാൻ പറഞ്ഞിരുന്നു, സാറേ മെഡിറ്റേഷൻ ഓക്കെ ആയിരുന്നു കേട്ടോ, അത് നല്ല രീതിയിൽ ആയത്തിൽ ഇറങ്ങിയിരുന്നു എന്ന്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷേ മറ്റേ അവരെ ബ്രദർ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ക്ലാസ് എടുക്കണോ വേറെ സമയത്ത് എടുത്തൂടെ എന്ന് ചോദിച്ചത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്നെ പറ്റി എന്നെ ഇങ്ങനെ ആലോചിച്ചതാണ്. ഞാൻ പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്തൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് അത് മാത്രം ആലോചിക്കുന്നത്, നല്ല കാര്യത്തിലേക്ക് എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞാനിങ്ങനെ എന്നെ പറ്റി ഒന്ന് അനലൈസ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി അതിലേക്കല്ല ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ സമയമാണെങ്കിൽ നമ്മൾ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മളിവിടെ ക്ലാസ് കണ്ടക്ട് ചെയ്തത്. ഈ ക്ലാസ് ത്രൂ തറാവി നിസ്കരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും ഓരോ തവണയും കൈകെട്ടി പഠിച്ചവനോട് നിന്നുകൊണ്ട് നമ്മൾ ഫാത്തിഹ ചൊല്ലുന്ന സമയത്ത് ആ ഫാത്തിഹ എന്താണ് നമ്മൾ ചൊല്ലുന്നതെന്ന് മനസ്സിലാക്കാതെ ചൊല്ലുന്നതും അത് പ്രോപ്പർ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ലൈഫിൽ പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള പ്രെയർ ഉണ്ട്. ഒന്ന് നോർമൽ പ്രെയർ, നമ്മൾ സാധാരണ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന രീതി, അല്ലാതെ സയന്റിഫിക് പ്രെയർ ഉണ്ട്. സയന്റിഫിക് പ്രെയറിന്റെ പ്രത്യേകത പറഞ്ഞാല് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുന്നേ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടത് എന്താണ്, നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എല്ലാ സമയവും ചിന്തിക്കുന്ന ആളായിരിക്കണം. ചിന്തിക്കുക മീൻസ് പ്രാർത്ഥനന്റെ ഒരു മറ്റൊരു വശം എന്താ അറിയോ, പ്രവർത്തനമാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി ഉണ്ടായാൽ മതി, അല്ല അൽഹംദുലില്ലാ അല്ലെങ്കിൽ ശുക്ർ അല്ല താങ്ക് യു ഗോഡ് എന്ന് പറയുന്നൊരു പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പ്രോപ്പറായിട്ട് നന്ദിയുള്ള ഒരാളാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവില്ല എന്നറിയോ. നമ്മൾ വെറുതെ സമയം എന്ന് പറഞ്ഞ സംഭവം കളയൂല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് സമയം. അത് നമ്മൾ എന്തിനു കളയൂല, ആവശ്യമില്ലാത്ത ഈ റീല് കണ്ടിട്ടോ ഗെയിംസ് കളിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കല് കേട്ടോ, ഗെയിംസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ടോ ഒക്കെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 10-15 ആൾക്കാരിൽ തന്നെ ഇന്നത്തെ ദിവസത്തില് എത്ര സമയം റീല് കണ്ടിട്ട് പോയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമിൽ പെട്ട ഒരു സംഭവം നമ്മൾ വെറുതെ ഒരുപാട് സമയം ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും. ഇതേപോലെ തന്നെയാണ് ഭക്ഷണം. ഇന്ന് നോമ്പ് തുറന്ന സമയത്ത് നാളെ രാവിലെ കഴിക്കാനുള്ളതിലും പുറത്ത് എത്ര ഭക്ഷണം വീട്ടിലുണ്ടാവും ഓരോരുത്തരും. നോമ്പ് തുറയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഒരുപാട് ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ലേ. നന്ദിയുള്ള മനുഷ്യനാവുക എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വേസ്റ്റേജ് എന്ന് പറയുന്ന സംഭവം കുറച്ചെടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾക്കിപ്പം പുതിയൊരു കാറ് വേണം അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വേണം, അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. കുറച്ചോനെ എൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കടങ്ങൾ വീട്ടി തരണേന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ജീവിതത്തിലേക്ക് അബണ്ടൻസ് അല്ലെങ്കിൽ സമൃദ്ധി ഏറ്റിത്തരണേ അല്ലെങ്കിൽ ബറക്കത്ത് ഏറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ സംഭവം അറിയാം. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് റീവേരിഫിക്കേഷൻ നടക്കുന്നത്, നമുക്ക് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന സമ്പത്തിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ കൊണ്ട് നടക്കുന്നുണ്ടോ, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ സമയത്ത് സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാവും പറയുന്നത്. അവിടെ ഒരു പരിപാലനം കൂടെ നടക്കുന്നുണ്ട്, മെയിൻ്റനൻസ് എന്ന് പറയും. ആ സൃഷ്ടിച്ച കാര്യത്തിനെ പരിപാലിച്ചും കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ് ആര്, നമ്മുടെ സൃഷ്ടാവ്. അപ്പൊ ഇതേപോലെ നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോപ്പർ ആയിട്ട് പരിപാലിച്ച് കൊണ്ട് നടക്കണമെന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് നമ്മുടെ ആരോഗ്യം. നമ്മൾ ചില സമയത്തൊക്കെ ഭക്ഷണമൊക്കെ അടിച്ച് കയറ്റിയിട്ട്
ഈ ശരീരത്തിനെ അങ്ങനെ ക്ഷീണിപ്പിക്കലുണ്ട്. ഇപ്പൊ നോമ്പ് ചിലപ്പോ ശരീരം വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ നോമ്പ് നോൽക്കണ്ടായെന്ന്. ആ രീതിയിൽ ശരീരത്തിന് ഇട്ടായിട്ട് മെനക്കെടുത്തിക്കാണോ നോമ്പ് തുറക്കുമ്പോ അടിച്ച് 4 കടിയും ഫ്രൂട്ട്സും മറ്റേ തരിയും ജ്യൂസും കുറെ പത്തിരിയും ചിക്കനും എല്ലാം കൂടി ഇങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ട് എന്റെ പടച്ച നമ്മളെ ശരീരത്തിനെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് നന്ദിയുള്ള ഒരാളാവുക എന്ന് പറയുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മളുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആരോഗ്യം. നമ്മുടെ സമയം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തിനെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയില്ല. അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നിട്ട് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും നല്ലത് അസുഖം വരാതെ നോക്കാൻ നമുക്ക് കഴിയല്ലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് ചിന്തകൾക്കും ഒക്കെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇല്ലാന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ മനസ്സിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് ചിന്തകളും നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആ സംഭവത്തിന് നമ്മൾ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ അൽഹംദുലില്ലാ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രയറിന്റെ മുന്നേ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാന്നുള്ളതാണ്. അതാണ് ഈ സയന്റിഫിക് പ്രയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതേപോലെ തന്നെയാണ് നമുക്കിപ്പോ ഒരു പുതിയ വാഹനം വേണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു പുതിയൊരു കാർ വേണം, സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ എന്തെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പം കറന്റ്ലി വീട്ടിലുള്ള കാറോ ബൈക്കോ ഏത് രീതിയിലാണ് നമ്മൾ കൊണ്ട് നടക്കുമെന്ന് ആലോചിച്ച് നോക്കാം. എല്ലാ ഇടക്കിടക്കൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ടോ, അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ പരിപാലനം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ സംസാരിച്ചു. സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ദാറ്റ് മീൻസ് നമ്മുടെ ജീവിതത്തിൽ ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അല്ലാതെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ മെഡിറ്റേഷനിൽ പറഞ്ഞ പല കാര്യങ്ങളും, നമ്മളുടെ ആരോഗ്യം ആയിക്കോട്ടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങൾക്കൊക്കെ നമ്മൾ താങ്ക് യു ഗോഡ് അൽഹംദുലില്ലാ പറയുന്ന സമയത്ത് നമ്മൾ അത് ഒന്നും കൂടി മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ വേണ്ടി എന്തെങ്കിലും ആക്ഷൻസ് നമ്മൾ പറയല്ലോ. ഈ പ്രയർ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ ആക്ഷൻസ് എടുക്കുക എന്ന് പറയും. ആക്ഷൻസ് എടുക്കുക നമ്മളാൽ കഴിയുന്ന രീതിയിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ എന്തെങ്കിലും ആക്ഷൻസ് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കാം. ഇതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന റൂമില് നമ്മൾ എല്ലാവരും ഇപ്പൊ അധികം ആൾക്കാരും നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കും അല്ലെങ്കിൽ ഹാളിലോ എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത്. ആ ചുറ്റുപാടൊന്ന് ജസ്റ്റ് നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ അലമാറി ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാവും. അധികം അലമാറികളൊക്കെ അലമാറിയൊക്കെ എല്ലാം കൂടി എവിടാണ് സാധനം വെച്ചത് നമുക്ക് മാത്രമേ അറിയൂ. വേറൊരാൾക്ക് തെരഞ്ഞാൽ കിട്ടൂല. ആ രീതിയിൽ അലങ്കോലമാക്കിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മളെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു അലമാറി. ഈ അലമാറിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷെ അപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? നമ്മൾ കിട്ടിയിട്ടുള്ളത് നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കാതെ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്? എനിക്ക് നല്ലൊരു വീട് തരണേ, എനിക്ക് നല്ല സൗകര്യമുള്ള ഒരു നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ നല്ലൊരു വീട് തരണം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള വീടോ ഉള്ള വാഹനങ്ങളോ ഉള്ള കുടുംബ ബന്ധങ്ങളോ അതേപോലെ ഉള്ള ആരോഗ്യമോ ഓൾറെഡി കിട്ടിയിട്ടുള്ള ഇപ്പം എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അറിവുകളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യും? നമ്മളുടെ സൃഷ്ടാവ് ചെക്ക് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് അൽഹംദുലില്ലാ 33 പ്രാവശ്യം പറയുന്ന സമയത്തും നമ്മളത് ജസ്റ്റ് ഒരു കടമ എന്നുള്ള രീതിയിൽ നിർവഹിക്കണം. ഇപ്പം സാധാരണ നിസ്കാരം ആയിക്കോട്ടെ, തറാവി ആയിക്കോട്ടെ, അത് കടമ കൊണ്ട് ഇപ്പം ഈ സമയത്ത് എന്തായാലും തറാവി നിസ്കരിക്കണം, നോമ്പാണ്, നിസ്കരിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയും എന്നുള്ള രീതിയിൽ പോയി നിസ്കരിക്കുന്നതിന് പകരം ഞാൻ നിസ്കരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഓൾറെഡി പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി നന്ദി പറയാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് തഹജ്ജുദ് ആയിക്കോട്ടെ, ഇപ്പം അതിന് ഏറ്റവും നമ്മൾ തറാവി പോലെ തന്നെ നമ്മൾ തഹജ്ജുദും നമ്മുടെ നോമ്പ് മാത്രമല്ല എത്ര കാലത്തോളം നമ്മൾ തഹജ്ജുദ് കാര്യങ്ങൾ നിസ്കരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഇതേപോലെ തന്നെ നമ്മൾ സുജൂദിൽ പോണ സമയത്തൊക്കെ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? ജീവിതത്തിലുള്ള കാര്യങ്ങളെ പറ്റി നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം കേട്ടോ. പല കാര്യങ്ങളും
നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് പഠിച്ചോന് ശരിക്കും അറിയാം. അത് ആ കറക്റ്റ് സമയം നമ്മൾ ഇന്ന് തന്നെ വേണം, നാളെ തന്നെ വേണം എന്ന് ചിന്തിക്കുന്ന ചിലപ്പം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ലൊരു കാര്യമായിരിക്കും കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് തരാം. ദാറ്റ് മീൻസ് എല്ലാത്തിനും ഹയറുള്ള ടൈം ഉണ്ടല്ലോ. അതേപോലെ ഇപ്പം പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മൾക്ക് ഹയറുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് എന്താണോ ബ്ലെസ്സിങ് വരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ച് തരണേ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമ്പത്തോ അല്ലെങ്കിൽ ഉള്ള കുറച്ച് പൈസ നമ്മളെ കയ്യിലുണ്ട്. മീൻസ് ഒറ്റ പൂജയായിരിക്കില്ല, ഇപ്പം ഫാമിലിന്റെ കയ്യിലെങ്കിലും പൈസ കയ്യിലുണ്ടാവും. അപ്പൊ എന്താണ്, നമ്മൾ ആ കിട്ടിയിട്ടുള്ള പണം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് സക്കാത്ത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? അപ്പം അധികം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ സക്കാത്ത് കൊടുക്കാൻ മാത്രമൊന്നും എനിക്ക് വരുമാനം വരുന്നുണ്ടാവില്ല ചിന്തിക്കുന്നു. എന്നാൽ പോലും നമ്മൾക്ക് കിട്ടുന്ന ചെറിയ വരുമാനമാണെങ്കിലും ആ വരുമാനത്തിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ, ഞാൻ ഉദ്ദേശിച്ച ആരും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആരും സഹായിക്കാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ, നമ്മൾ അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ള മനുഷ്യന്മാരിലേക്ക് സമ്പത്ത് കൈമാറുന്നതും ഒരു നന്ദി കാണിക്കുന്നതിന്റെ അടയാളമാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് അറിവുകളായിക്കോട്ടെ, നമ്മളുടെ ജോലികളായിക്കോട്ടെ, ആ ജോലിയിൽ നിന്നും അറിവിൽ നിന്നും നമ്മൾ മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് പെയ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരിലേക്ക് ആ അറിവുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ഉറപ്പുവരുത്താം. ഇതേപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്? ഇലക്ട്രിസിറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഒരുപാട് സമയം ഇപ്പോഴും ആവശ്യമില്ലാണ്ട് ചിലപ്പോൾ AC ഓൺ ആക്കിയിടുന്നുണ്ടാവും, ലൈറ്റ് ഓൺ ആക്കിയിടുന്നുണ്ടാവും, ഫാൻ ഓൺ ആക്കിയിടുന്നുണ്ടാവും, വാഷിംഗ് മെഷീന്, ചില ആൾക്കാരൊക്കെ അയൺ ബോക്സ് ഒക്കെ ഓൺ ആക്കിയിട്ട് പോകുന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഓഫ് ആക്കാൻ അയച്ച് മറന്നു പോകും. അങ്ങനെ അപ്പൊ എന്താ ഞാനത് പറയാനുള്ള കാരണം എന്താ അറിയോ, നമ്മൾ ആ കാണിക്കുന്നതൊക്കെ, ആ വേസ്റ്റേജ് എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ ലൈഫിൽ എത്രത്തോളം നമ്മൾ കാണിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നന്ദികേട് കാണിക്കുകയാണെന്നും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. അതും ആ നന്ദികേട് കാണിക്കുന്ന ഒരാള് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യത കുറവാണ്. നമുക്കിപ്പോ നല്ലൊരു ചില ആൾക്കാർ കാണല്ലോ, ഇപ്പൊ ഓൾറെഡി ഒരു വാഹനമൊക്കെ ഉള്ള ആളുകൾക്ക് വീണ്ടും അതിലും നല്ല വാഹനങ്ങളൊക്കെ അട്രാക്ട് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഒന്ന് കേട് വരുന്നതിന്റെ മുന്നേ തന്നെ, ദാറ്റ് മീൻസ് ആ അബണ്ടൻസ് മൈൻഡ് സെറ്റിലുള്ള ആളുകൾക്ക് അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ കേട്ടോ. ഉള്ള വാഹനത്തിന് ഇങ്ങനെ തട്ടിമുട്ടി ഒരു വൃത്തിയാക്കുകയില്ല, മെയിൻ്റനൻസും ചെയ്യൂല, ആ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളിലേക്ക് ഒരു വാഹനത്തിൽ എല്ലാ വസ്തുക്കൾക്കും, ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു എനർജി ലെവൽ ഉണ്ട്. ആ എനർജി ലെവലിനനുസരിച്ച് നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ ക്യാരക്ടറും നമ്മളുടെ ശീലങ്ങളും വളരുന്ന സമയത്ത് മാത്രമേ ആ പ്രൊഡക്റ്റ് നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഏത് രീതിയിലാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മാത്രം പോരാ, ആക്ഷൻസിൽ ഗ്രാറ്റിറ്റ്യൂഡ് വരണം. കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റാലിറ്റി നമ്മളുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ, ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ ആ ഊർജ്ജതലം, ആ എനർജി ലെവൽ പ്രകാരം നമ്മളുടെ ജീവിതത്തിലേക്ക് പുതിയ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ഇതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതിനെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെയിലി. ഇപ്പം ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇസ്ലാമിക് റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. പോലെ തന്നെ നമ്മൾ ഇശാ നിസ്കാരത്തിന് ശേഷം, ഇപ്പം നോമ്പായിക്കോട്ടെ അല്ലാത്ത സമയങ്ങളായിക്കോട്ടെ, ശുക്ർ നമാസ് എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ആ ദിവസത്തിൽ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്തെടുത്ത്, നമ്മളിപ്പോ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിപ്പിച്ച് റെഡി തന്നെയല്ലേ? ഇസ്ലാം മാറിപ്പോയില്ലല്ലോ. എണീക്കുന്ന സമയത്ത് നമ്മൾ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. മീൻസ് മരണത്തിൽ നിന്ന് എണീപ്പിച്ചതാണ്. അതേപോലെ തന്നെ
ആ എണീപ്പിച്ച സമയം തൊട്ടിട്ട് അന്ന് രാത്രി നമ്മൾ ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങാൻ പോണ സമയം വരെ നമ്മൾ ശ്വസിച്ചിട്ടുണ്ട്, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്, നമ്മളുടെ ശരീരത്തിൽ ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്നുണ്ട്, ഡൈജഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യം കേൾക്കാനും കാണാനും ഇപ്പം ശ്വസിക്കാനും രുചിക്കാനും തുടങ്ങിയിട്ട് എല്ലാ കഴിവുകളും അന്നും ഉടനീളം വർക്കിംഗ് ആണ്. നമ്മളുടെ പേരൻസ് അവിടെ ഇതിനോടുണ്ട്. നമ്മൾ ഇപ്പം മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറയാണ്, ഉള്ള ആളുകൾക്ക് അതിന് നന്ദി പറയാ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്ദി പ്രകടിപ്പിക്കുക. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ കാര്യങ്ങള് എന്താണ് അന്ന് ജീവിതത്തിൽ ഇപ്പം കഴിച്ച ഭക്ഷണത്തിനായിക്കോട്ടെ, കുടിച്ച വെള്ളത്തിനായിക്കോട്ടെ, കിടന്നുറങ്ങാൻ പറ്റുന്നതിനായിക്കോട്ടെ, വീട്, വാഹനങ്ങള്, വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളെ എല്ലാ അവയവങ്ങളും ഒക്കെ വർക്കിംഗ് ആണ്. ആ അവയവങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും. സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ശുക്ർ നമാസ് എന്നിട്ട് നിങ്ങളെ ജീവിതത്തിൽ അതൊരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ അബണ്ടൻസ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമുക്ക് സമൃദ്ധി എന്ന് പറഞ്ഞ സംഭവം അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ശുക്ർ നമാസ് ഫോളോ ചെയ്യുന്നത്. ആ ശുക്ർ നമാസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ റക്അത്തിൽ നമുക്ക് 3 പ്രാവശ്യം ഇദാ ജാ നസ്റുല്ലാഹിൽ ഫത്ഹ് എന്ന് പറഞ്ഞ സൂറത്തില്ലേ, ചെറിയ സൂറത്ത്, ആ സൂറത്ത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞൊരു സൂറത്താണ്. അതേപോലെ രണ്ടാമത്തെ റക്അത്തിൽ ഇന്ന ആഅ്തിനാക്കൽ കൗസർ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്ത് ഓതുക. മീൻസ് അത് ഷെറുകളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഏറ്റവും ചെറിയ സൂറത്ത് ഉണ്ടല്ലോ, ഇന്ന ആഅ്തിനാക്കൽ കൗസർ എന്നുള്ള ആ സൂറത്ത് 3 പ്രാവശ്യം ഓതുക. ആദ്യത്തെ റക്അത്തിൽ ഇദാ ജാ നസ്റുല്ലാഹിൽ ഫത്ഹ് 3 പ്രാവശ്യവും, രണ്ടാമത്തെ റക്അത്തിൽ ഇന്ന ആഅ്തിനാക്കൽ കൗസർ 3 പ്രാവശ്യവും. ഈ സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ആ സൂറത്ത് ഓതുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും സുജൂദിൽ പോണ സമയത്ത് ഓർക്കുക. നമ്മള് സുജൂദിൽ പോകുന്ന സമയത്ത് ചൊല്ലുന്ന ദിക്റിന്റെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഓർക്കുക. ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, അതിന് ഞാൻ നന്ദിയുള്ള മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി അതൊരു ശീലമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പൊ എന്തായാലും നമ്മളിപ്പം ഇശാ നിസ്കരിക്കുന്നുണ്ട്, അപ്പോ നിസ്കരിക്കുന്നതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന്, ഇപ്പം ഇത്ര കാര്യങ്ങളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, അതിന്റെ കൂടെ ഇതൊരു 2 റക്അത്തും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കാതിരുന്നിട്ടില്ല. ദാറ്റ് മീൻസ് ചിലത് പെൻഡിങ്ങിലുണ്ട് മീൻസ് അത് നടക്കും എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ട്. അത് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ ചിലപ്പം നാളെ വേണം മറ്റന്നാൾ വേണം എന്നുള്ള രീതിയിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനേക്കാട്ടിലും നല്ല കാര്യങ്ങൾ ഞാൻ എല്ലാം എഴുതി വെക്കുന്ന ഒരു ശീലമുള്ള ആളാണ്. എന്ത് മൈൻഡിൽ ആഗ്രഹങ്ങൾ വന്നാലും അതിങ്ങനെ എഴുതി വെക്കും. എൻ്റെ ഫോണിലെ നോട്ട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ ഡെയിലി അതിങ്ങനെ കാണുകയും ചെയ്യും. എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും അതിന്റെ സമയത്ത് ഇങ്ങനെ അതിലും നല്ലത് ഇങ്ങനെ അതിന്റെ സമയമാകുമ്പോൾ ഇങ്ങനെ എത്തിപ്പെട്ടു ഇതുപോലും മിസ്സാവാതെ. അപ്പൊ ഞാൻ ആലോചിക്കും, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കില്ല പഠിച്ചോനെ, അൽഹംദുലില്ലാ. അതെന്താ സംഭവം എന്നറിയോ? നമ്മൾ അങ്ങനെ ഒരു വിശ്വാസം നമ്മളുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും പടച്ചോൻ നടത്തി തരും. അത് പടച്ചോന് എന്താ പറയാ, ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന് പറയും നമ്മള്, കുൻ ഫയക്കുൻ എന്ന് പറയും പോലെ എന്ത് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് നടത്തി തരാൻ കഴിവുള്ള ആളാണ് പഠിച്ചോൻ. ഇത് മൊത്തവും ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മള് ചെറിയൊരു ഭൂമിയിലുള്ള 800 കോടി ജനങ്ങളിലെ ഒറ്റൊരു മനുഷ്യൻ മാത്രമാണ്. ഈ ഭൂമി ശരിക്കൊരു സൂര്യന്റെ അടുത്ത് വെച്ച് നോക്കും. നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണലുണ്ടാവും ഞാനിത് പറയുന്നത്. വീണ്ടും ഒന്നും പറയാണ്, പ്രയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൊണ്ട് ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾ ആരോടാണെന്ന് വെച്ചാൽ, ഒരു ഭൂമി എന്ന് പറയുന്നത് 13 ലക്ഷം ഭൂമി വെച്ചാൽ മാത്രമേ ഒരു സൂര്യനാവുള്ളൂ. ഒരു സൂര്യൻ എന്ന് പറഞ്ഞാല് 13 ലക്ഷം ഭൂമിന്റെ അത്രയും വലുതാണ് ഒരു സൂര്യന്. ദാറ്റ് മീൻസ് ഒരു സൂര്യന്റെ ചുറ്റിനും ഈ സാറ്റേൺ അല്ലെങ്കിൽ യുറാനസ് അല്ലെങ്കിൽ മാർസ്, ജൂപ്പിറ്റർ, എർത്ത് എന്ന് പറഞ്ഞിട്ട് ഓരോ ഗ്രഹങ്ങൾ, പ്ലാനറ്റുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അത് ഒരു സോളാർ സിസ്റ്റം ആണ്. ആ സോളാർ സിസ്റ്റം ഉള്ളത് ഒരു ഗാലക്സി, അതായത് ഒരു മിൽക്കി വേലാണ്. ആ മിൽക്കി വേല് ഒരു സോളാർ സിസ്റ്റം മാത്രമല്ല ഉള്ളത്, ഒരുപാട് സൂര്യനും മറ്റുള്ള ഗ്രഹങ്ങളും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിൽക്കി വേ ഉണ്ട്.
ആ മിൽക്കി വേന്റെ പുറത്തൊരു ഗാലക്സി ഉണ്ട്, ഒരുപാട് മിൽക്കി വേകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗാലക്സി. അങ്ങനെയുള്ള ഒരുപാട് ഗാലക്സികൾ ഉണ്ട് ഈ യൂണിവേഴ്സിൽ. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചം എന്നുള്ളത് എല്ലാവരും ഒന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ മതിയല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇത്ര ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, യുറാനസ് അല്ലെങ്കിൽ അല്ല ഗാലക്സി മിൽക്കി വേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കത് ഓർമ്മയിൽ വരുന്നില്ല. നമുക്ക് എന്താ തോന്നുന്നു, നമുക്ക് സംശയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുമോ പഠിച്ചോനെ, ഇതൊക്കെ പഠിച്ചോൻ നടത്തി തരാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയവും കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ആ പ്രാർത്ഥന കേൾക്കുന്ന ആൾക്കൊരു ഇൻസൾട്ട് ഫീലിംഗ് വരൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവന് ഇന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിപ്പോ പഠിച്ചോനെ മുന്നിൽ തന്നെയല്ലേ നമ്മള് ഈ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന പഠിച്ചോൻ മുന്നിൽ നിന്നു, പഠിച്ചോന്റെ മുന്നിൽ നിന്ന് പഠിച്ചോനോട് സംസാരിക്കുന്ന രീതിയിലല്ലേ. ആ സമയത്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നമ്മളുള്ളിൽ തന്നെ ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് നല്ല ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവാത്ത രണ്ട് കാര്യങ്ങളാണ് എന്ത്, പേടിയും ഉണ്ടാവില്ല, സംശയം ഉണ്ടാവില്ല. ആ പേടിയും സംശയവും ഇല്ലാതെ 100% വിശ്വാസത്തോട് ഇത് നടന്നിരിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണല്ലോ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള മിറാക്കിൾസ് സംഭവിക്കും. പക്ഷെ ആ മിറാക്കിൾസ് സംഭവിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോർമൽ പ്രയർ എന്ന് മാറിയിട്ട് സയന്റിഫിക് പ്രയറിലേക്ക് പോകണം. എന്താ സയന്റിഫിക് പ്രയർ? ഫസ്റ്റ് നമ്മൾ ജീവിതത്തിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ആളായിരിക്കണം, നന്ദി പ്രകടിപ്പിക്കുന്ന ആളുമായിരിക്കണം. കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും വൃത്തിയിലും വെടിപ്പിലും അത് പരിപാലിച്ച് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് നമ്മളെ സൃഷ്ടിച്ച് നമ്മളുടെ ചുറ്റുപാടും സറൗണ്ടിങ്സും മൊത്തം സൃഷ്ടിച്ചിട്ടുള്ള പടച്ചോന് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും സ്പീഡർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പരിപാലിച്ച് കൊണ്ട് നടക്കും. മീൻസ് നമ്മളുടെ ആരോഗ്യം ആയിക്കോട്ടെ, നമ്മളുടെ വെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മളുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മളുടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, അതിലൊക്കെ നല്ല ഊഷ്മളതയും ഉയർച്ചയും കൊണ്ടുതരാന് നമ്മളുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ചുണ്ടാവും. നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും നടക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഒരു സംഭവം എന്താ അറിയോ, ഈ ഇങ്ങനെയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് വരും. അതിന്റെ പേരാണ് പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഏത് സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി എവിടെങ്കിലും കുടുങ്ങി വിചാരിക്കുക, ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് പോലെ ഫീൽ ചെയ്താലും നമ്മളുടെ മൈൻഡിലേക്ക് തന്നെ അങ്ങനെ ഇട്ടുതരും. ഇപ്പം ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ ചെറിയൊരു ഫണ്ടിന്റെ ആവശ്യമൊക്കെ വന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു പൈസ പെട്ടെന്ന് ആവശ്യം വന്നാലും ഇന്ന ആളെ കണക്ട് ചെയ്തോട്ടോ പൈസ കിട്ടും. അല്ലെ ജോലിന്റെ ആവശ്യമാണെങ്കിൽ ഇന്ന ആളൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടോ, ഓലൊരു ജോലിയിലേക്കുള്ള വഴി ഓല് തെളിച്ചു തരുന്ന രീതിയിൽ സ്വന്തം മനസ്സിൽ തന്നെ ആ ഒരു ഇൻറ്റ്യൂഷൻ വരും. ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഉൾവിളി എന്നൊക്കെ പറയും. നമ്മൾ ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സും ഡിവൈൻ കോൺഷ്യസ്നെസ്സും തമ്മിൽ ഇങ്ങോട്ട് കണക്ട് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അതിങ്ങനെ ഗൈഡൻസ് എന്ന് പറയും, ഗൈഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂട്ടീവ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അവിടെയാണ് ശരിക്കും ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി പിന്നെ ബ്ലോക്ക് വരുന്നു, അതിനെന്താ ചെയ്യാന്ന്. അതെന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന സമയത്തുള്ള മെന്റാലിറ്റി ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പം ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒരു കടമയായിട്ട് എഴുതുകയാണോ അല്ലെങ്കിൽ ഉള്ളിൽ തട്ടിയിട്ടാണോ അത്. നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ആളാണെങ്കിൽ 10 പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റിയിരുന്നു. ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പൊ എടുത്ത ടൈം പോലും എടുക്കൂലായിരുന്നു. പ്രോപ്പറായിട്ട് മനസ്സ് തട്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തയിൽ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ ചിലപ്പം അത് എഴുതുന്നുണ്ടായേക്കാം, അത് പ്രവർത്തനത്തിൽ ഉണ്ടായേക്കില്ല. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല വേസ്റ്റേജുകൾ നടക്കുന്നുണ്ടായേക്കാം. ഇങ്ങനെ ടൈം ആയിക്കോട്ടെ, 2 ദിവസമൊക്കെ എഴുതി വിചാരിക്കും ഇങ്ങനെ അൽഹംദുലില്ലാ എന്ന് ഭയങ്കര വിശ്വാസത്തോടെ എഴുതി, എന്നിട്ട് പിന്നെ എന്തൊക്കെയാ ചെയ്യാന്നുള്ളൊരു ഇത് വന്നിട്ട് പിന്നെ എഴുതാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങ് തുടങ്ങാനൊരു ബുദ്ധിമുട്ട്. പക്ഷെ മനസ്സിലാ അൽഹംദുലില്ലാ എന്നൊക്കെ ഉണ്ട്. എന്നാലും പിന്നെന്ന് വെച്ചാല് നമ്മളൊരു കാര്യം ഇപ്പം ഇത്ര സമയം ഫോൺ കാണുള്ളൂ എന്നൊക്കെ ഒരു ഇതെടുക്കും, അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 2 ദിവസമൊക്കെ നല്ല ഫോളോ അപ്പ് കൊടുക്കും, പിന്നെയും പയ്യെ അതിലേക്ക് തന്നെ വരിക. അതിന് എന്തേലും ചെയ്യാൻ പറ്റുമോ?
അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ഇബിലീസ് നിങ്ങൾ കേട്ടില്ലേ? ഏഹ് ഇബിലീസിന്റെ ഏറ്റവും വലിയ പണി എന്താണെന്നറിയോ? ഏറ്റവും താല്പര്യമുള്ള ഒരു പണി മനുഷ്യന്മാരെ നന്ദി കെട്ട മനുഷ്യന്മാരാക്കി മാറ്റിയാല് അതൊരു അഹങ്കാരത്തിന്റെ ഭാഗമല്ലേ? ദാറ്റ് മീൻസ് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ജസ്റ്റ് മറ്റുള്ള മനുഷ്യന്മാരോട് റൂഡായിട്ട് പെരുമാറുന്നത് മാത്രമല്ല ഇബിലീസിന്റെ വർക്ക്. നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക, ഇബിലീസ് പ്രവർത്തിക്കുന്ന എവിടാണ്? നിമിഷ നേരം നമ്മളുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾക്ക് നന്ദി പറയാൻ തോന്നാത്ത രീതിയിൽ നമ്മളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന രീതിക്ക് ഭയങ്കര എക്സ്പേർട്ടാണ് ആര്? ഇബിലീസ്. നിങ്ങൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ രാവിലെ സുബഹിക്കൊക്കെ എണീക്കാൻ ഇങ്ങോട്ട് ഇപ്പം അത്താഴം കഴിക്കാനായിക്കോട്ടെ, അത്താഴം കഴിക്കാൻ ചിലപ്പോൾ എണീക്കും, കാരണം കഴിച്ചില്ലേ കുടുങ്ങും എന്ന് അറിയുന്നുണ്ട്. അല്ലാത്ത സമയത്ത്, നോമ്പല്ലാത്ത സമയത്ത് രാവിലെ സുബഹിക്ക് എണീക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ പിടിച്ചു വെക്കണം, അത് കുഴപ്പമില്ല കുറച്ചും കൂടി ഉറങ്ങിക്കോന്ന്. അതാരാ പറയുന്നത്? കുറച്ചും കൂടി ഉറങ്ങി, ആ അലാറം ഓഫ് ആക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഉറങ്ങിക്കോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ എണീക്കുക മറ്റേ സൂര്യോദയമൊക്കെ അല്ല, സൂര്യോദയം ഉദിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എണീക്കുക. ആ ആളുണ്ടല്ലോ, ആ ആള് തന്നെയാണ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ സമ്മതിക്കാത്തത് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ എന്താ സംഭവിക്കറിയോ? നിങ്ങൾ ഇനി മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് ഇബിലീസിനോട് പൊരുതി ജയിക്കാൻ ഞാൻ റെഡിയാണെന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ എഴുതുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരും നെഗറ്റിവിറ്റിയിലേക്ക് ചില സമയത്ത് വഴുതി വീണ് പോകും. പക്ഷെ അടുത്ത നിമിഷം തന്നെ, അടുത്ത ദിവസം തന്നെ, ഒരു ദിവസം അഥവാ നെഗറ്റീവിൽ കുടുങ്ങിപ്പോയി എന്ന് വെച്ചാൽ അടുത്ത നിമിഷം ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾക്ക് എത്രത്തോളം പെട്ടെന്ന് വീണ്ടും റീകവർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീൻസിലേക്ക്, നല്ല റൂട്ടീൻസിലേക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പറ്റും എന്നുള്ള രീതിയിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള മെന്റാലിറ്റി കീപ്പ് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് എവിടെ ബ്രേക്ക് വന്നാലും നമ്മൾ വീണ്ടും ഇത് തുടരും എന്നുള്ള മെന്റാലിറ്റി നമ്മളുടെ മനസ്സിനും ഇബിലീസിനും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇബിലീസ് വിട്ടു ഇത് വെച്ചിട്ട് കാര്യമില്ല, വീണ്ടും നമ്മൾ തുടങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അത് കയറും. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജിക്ക് നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട് മാറും. നമ്മളുടെ ചുറ്റിനും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സീറോ ആണ് എന്നുള്ളൊരു ചിന്ത വേണം. നമ്മൾ ഏത് പ്രാർത്ഥന ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഏത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ നത്തിങ് ആണ്. നമ്മൾ നത്തിങ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ സറണ്ടറൻസ് എന്ന് പറയല്ലോ, നമ്മൾ ഒന്നുമല്ല. നമ്മൾ സുജൂദിലേക്ക് പോണ സമയത്ത് നമ്മൾ എന്താണ്, നമ്മൾ ഇന്ന് ഞാനൊരു സ്റ്റോറി ഇട്ട വീഡിയോ ഉണ്ട്. സംഭവം നമ്മളെല്ലാ സമയത്തും നമ്മളുടെ തലച്ചോറ് മുകളിലും ഹൃദയം താഴ്ത്തുമാണ്. ദാറ്റ് മീൻസ് ലോജിക്കൽ കാര്യങ്ങൾ മുകളിലും ഇമോഷണൽ കാര്യങ്ങൾ താഴെയാണ്. പക്ഷെ സുജൂദിൽ പോണ സമയത്ത് നമ്മളുടെ ഇത് താഴെ, എവിടെ ലോജിക്കൽ കാര്യങ്ങൾ താഴെയും ഇമോഷണൽ കാര്യങ്ങൾ മുകളിലും നിൽക്കുന്ന ഒറ്റ ഒരു പൊസിഷനാണ് സുജൂദ്. ആ സുജൂദിലേക്ക് പോണ സമയത്ത് എൻ്റെ എല്ലാം, ദാറ്റ് മീൻസ് ഞാനൊരു പൂജ്യമാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം നൽകുന്നത് ഈ പടച്ചോനാണ്, ആ പടച്ചോന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വേറെ ഒരു ഡിസ്ട്രാക്ഷനിലേക്കും പോവാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ആ ഒരു സറണ്ടറൻസും നത്തിങ്നെസ്സും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവറിത്തിങ് ആയിട്ട് മാറും. നമ്മളെ പടച്ചോൻ അങ്ങ് ഗൈഡ് ചെയ്യാൻ തുടങ്ങും. ഇന്നെന്നെ നിസ്കരിച്ചിട്ട് പിന്നെ വിചാരിച്ചു ഇപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു 7:40 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ സംഭവം ഒരു മാം അയച്ചു തന്നായിരുന്നു. അപ്പൊ ഞാൻ അലാറം വെച്ചിട്ട് 1 മണിക്കൂർ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഫോൺ എടുത്താ. പിന്നെ അതിന്റെ അലാറം അടിയുന്നവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ആ 1 മണിക്കൂർ എങ്ങനെയാ പോയെന്നുള്ളത്. എന്റെ ഒരു ക്വാളിറ്റി ടൈം അല്ലേ, പക്ഷെ ഞാൻ അറിഞ്ഞില്ല റമളാൻ മാസത്തിൽ ഈ ഒരു ടൈം പോയത്. അതെങ്ങനെ, പക്ഷെ എനിക്ക് മാറാൻ പറ്റുന്നില്ല. അല്ലല്ല, അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. എനിക്ക് മാറാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം മൈൻഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാം. എനിക്ക് മാറാൻ പറ്റും, ഞാൻ എൻ്റെ മനസ്സ് എന്നെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യും, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള സംഭവങ്ങൾ മൈൻഡിൽ കൊണ്ടുവന്നാൽ, ഇതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ ഡെയിലി കറക്റ്റ് പ്രോപ്പറായിട്ട് ടിക്ക് ചെയ്ത് പോകുന്ന ഒരു റൂട്ടീനൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് കുറച്ച് ദിവസം, ഒരു 21 ദിവസമൊക്കെ ഒരു സ്ഥിരമായിട്ടൊരു കാര്യം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്ന പറയാം. ആ ഹാബിറ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക്
പ്രോപ്പർ ആയിട്ട് ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ടു ഡു ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ ചെയ്ത് തീർക്കുന്നത് ഇങ്ങനെ ടിക്കടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നപ്പം രാവിലെ എണീക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അതൊക്കെ അതേപോലെയുള്ള ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാറിക്കോളും. അതിനും ഈ ടു ഡു ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. നോക്കട്ടെ ഇന്ന് മുഴുവൻ ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോ നമ്മള് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാത്രം പ്രാർത്ഥിക്കുക. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് പകരം ഓരോ നിമിഷത്തിലും നമുക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളാകുമ്പോൾ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ നമ്മളുടെ മനസ്സിന് കിട്ടും. നമ്മൾ ഒരിക്കലും തളർന്നു പോയി എന്ത് വിഷയങ്ങൾ വന്നാലും തളർച്ചയില്ലാതെ നമ്മളുടെ മനസ്സ് തളർന്ന ഓട്ടോമാറ്റിക്കലി നമ്മളെ ശരീരം തളരും. ശരീരം തളർന്ന ഒന്നും ചെയ്യാനും പറ്റൂല. ആ മനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഴുതിയാലും അല്ലെങ്കിൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് പറഞ്ഞാലും പോരാ, അതിന്റെ കൂടെ നമ്മളുടെ പ്രവർത്തനങ്ങളിലും നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കണം. വേസ്റ്റേജ് എന്തൊക്കെ സമയമുണ്ട്, ഇപ്പം ഇലക്ട്രിസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിനെ നല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന വീട് ആയിക്കോട്ടെ, വീടിന്റെ പരിസരങ്ങളായിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, റൂമിലുള്ള വാർഡ്രോബ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, വീട്ടിലുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ പരിപാലിച്ച് കൊണ്ട് നടക്കാനുള്ള ഒരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൃഷ്ടാവും അത് മനസ്സിലാക്കും. ഇവന് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഇവന് നന്ദി എഴുതുന്നുണ്ട്, ആ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ പ്രകടനമാണല്ലോ നമ്മൾ വൃത്തിയിൽ കൊണ്ടെടുക്കുന്ന ഓരോ കാര്യങ്ങളും. അതേപോലെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിശക്തിയൊക്കെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കും. അതേപോലെ എന്തെങ്കിലും ഒരു ദുശ്ശീലങ്ങൾ കാര്യങ്ങളൊന്നും എന്തെങ്കിലും ദുശ്ശീലങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പല രീതിയിലും ഡ്രഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് സിനിമകൾ കണ്ടിട്ട് ടൈം പോക്കുന്നുണ്ടാവും, ഗെയിം കളിച്ചിട്ട് ടൈം പോക്കുന്നുണ്ടാവും, ആവശ്യമില്ലാത്ത ഓരോന്ന് കണ്ടിട്ട് ടൈം പോക്കുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ മനുഷ്യന്മാർ ഇങ്ങനെ പ്രെയർ പെട്ടെന്ന് സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ഒഴിഞ്ഞ് ഓരോന്ന് കട്ട് ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റും. അപ്പോൾ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈല് നമ്മളുടെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങി 4 മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഓരോ ദിവസവും ലീഡ് ചെയ്ത് പോയാണല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയില്ലോ 1% ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു 0.5% എങ്കിലും നമ്മളുടെ എല്ലാ ഡയമെൻഷനിലും നമ്മൾ ഗ്രോത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മൾക്ക് അത്യാവശ്യം ചെറിയ മാറ്റങ്ങൾ കണ്ടുപോകും. 2 മാസം, 3 മാസം, ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളെ പണ്ട് കണ്ടിരുന്ന ആളുകൾക്ക് നമ്മളുമായിട്ട് സംസാരിക്കുമ്പോണ്ടല്ലോ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വൈബ്രേഷനേ അല്ല പിന്നെ കിട്ടുക. നമ്മളെ അറിവ് പ്രകാരം നമ്മൾ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും, നമ്മളുടെ ലുക്സ് പ്രകാരം, നമ്മളുടെ ബോഡി ഫിറ്റ്നസ് പ്രകാരം ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ അപ്ഡേഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ കടമയായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ അറിയാലോ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഏതൊരു ഹാബിറ്റ് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി വലിയ ഡ്രാസ്റ്റിക്കൽ ചേഞ്ചുകൾ നമ്മളുടെ ലോങ് ടേമിൽ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ ആക്ഷൻ എടുക്കുക. ഓൾറെഡി ലൈഫിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഒന്നും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നമ്മളുടെ പ്രാർത്ഥന കേൾക്കാനും അത് പെട്ടെന്ന് നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനും ഒരു ഭാഗമായിട്ട് ഒരു വലിയൊരു സഹായമായിട്ട് മാറും എന്നാണ് നമ്മളെ ഈ സയന്റിഫിക് പ്രയറുമായിട്ട് ചിന്തിക്കുന്ന സമയത്ത്. പിന്നെ ഒന്ന് നമുക്ക് പേഷ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താണ് പേഷ്യൻസിന്റെ മലയാളം എന്തായിരുന്നു? ക്ഷമയും ഈ ഗ്രാറ്റിറ്റ്യൂഡും ക്ഷമയും ഉള്ള ഒരു മനുഷ്യന് ഓട്ടോമാറ്റിക്കലി അവരൊരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ ഒരു ഭാഗമായിട്ട് മാറും ഈ മനുഷ്യന്മാര്. ആ മാനിഫെസ്റ്റേഷൻ
നമ്മളിങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡും അതേപോലെ ആക്ഷനും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മൈൻഡ് സെറ്റിൽ മാത്രമല്ല ആക്ഷനിലും വരണം. കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അത് പരിപാലിച്ചുകൊണ്ട് മെയിൻ്റനൻസും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളും സ്പീഡി ആയിട്ട് മെയിൻ്റനൻസ് പരിപാലനം നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ സൃഷ്ടിച്ചതാരാ നമുക്കറിയാലോ. ആ സൃഷ്ടാവ് തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പരിപാലിച്ച് നമ്മൾക്ക് ആവശ്യമുള്ളത് സ്പീഡിൽ അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഫാസ്റ്റർ ഗ്രോത്ത് കാണാൻ പറ്റും നമ്മളുടെ ജീവിതത്തിലേക്ക്. അപ്പൊ അതെല്ലാരും ഒന്ന് മൈൻഡിൽ വെക്കുക. ഇതാണ് ഇപ്പൊ ഇന്നത്തെ എന്തുണ്ടോ ചെറിയ അതുകൊണ്ടാണ് നമ്മൾ ശരിക്ക് പ്രെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കടമ എന്നുള്ളതിലുപരി അതൊരു ആർട്ടും അല്ലെങ്കിൽ ഒരു സയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ലൈഫിലേക്ക് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ജസ്റ്റ് എല്ലാ നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രെയർ എന്നുള്ള കാര്യം എന്നത് വലിയ വൈഡർ കോൺസെപ്റ്റ് ആണെന്നുള്ളത് ചിന്തയിൽ. അപ്പൊ എല്ലാ നിമിഷത്തിലും നമ്മൾ പ്രാർത്ഥനയിലാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് നിമിഷത്തിലും നമ്മൾ ഉള്ളത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സ് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതിലേക്ക് ഇങ്ങനെ നമ്മളുടെ ജീവിതം അങ്ങോട്ട് ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരികയാണ് ചെയ്യുക. ഈ ഒരു സംഭവമാണ് സയന്റിഫിക് പ്രെയറുമായിട്ട് പറയാനുള്ളത്. അല്ലാണ്ട് വേറെ ഒരു സിക്കറുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ കഴിയുന്നതും ശുക്ർ നിസ്കാരം ഒന്ന് ലൈഫിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ റക്കായത്തില് ഇദാ ജാ നസ്റുല്ലാഹിൽ ഫത്ഹ് 3 പ്രാവശ്യവും രണ്ടാമത്തെ റക്കായത്തിൽ ഇന്നാത്തിനാക്കൽ കൗസർ 3 പ്രാവശ്യവും. ഇതെല്ലാവരും ഒന്ന് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന അതും ജസ്റ്റ് ഇങ്ങനെ ഈ നമ്മൾ സുന്നത്ത് നിസ്കരിക്കും പോലെ അല്ലെങ്കിൽ മറ്റുള്ള ചെയ്യും പോലെ കടമയായിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മൾ 33 അൽഹംദുലില്ലാ എല്ലാ നിസ്കാരത്തിന് ശേഷവും ചെയ്യുന്ന പോലെ ചെയ്യരുത്. ഒന്നുകൂടെ പറയുന്ന ശുക്ര നിസ്കാരത്തിനെ പറ്റിയാണോ? ശുക്ര നമ്മുടെ എല്ലാ ഇശാ നിസ്കാരത്തിനൊക്കെ ശേഷം ഇപ്പൊ ഇത്ര കാര്യങ്ങൾ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതും നിസ്കരിച്ചതിന് ശേഷം ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാം. ആദ്യത്തെ നിസ്കാരത്തിൽ ഇദാ ജാ നസ്റുല്ലാഹിൽ ഫത്ഹ് സൂറത്ത് 3 പ്രാവശ്യവും രണ്ടാമത്തെ റക്കായത്തിൽ ഇന്നാത്തിനാക്കൽ കൗസർ 3 പ്രാവശ്യം ഓതുക. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇദാ ജാ നസ്റുല്ലാഹിൽ ഫത്ഹ് സൂറത്ത് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസത്തിൽ കിട്ടിയിട്ടുള്ള നന്ദി പറയുന്ന ഒരു പ്രകടനമാണ് അതിൽ പറയുന്നത്. അതേപോലെ സുജൂദിൽ പോണ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ അന്ന് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്തിട്ട് സുബ്ഹാന റബ്ബിൽ അലാവിയും ചൊല്ലുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ചിന്തയിൽ കൊണ്ടുവരിക അന്ന് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും. അതേപോലെ ഇന്നാത്തിനാക്കൽ കൗസർ എന്ന് പറയുന്നത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൂറത്ത് ഓതുന്നത് രണ്ടാമത്തെ റക്കായത്തിൽ. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് ഇഷ്ടം. ഇന്നത്തെ സെഷനായിട്ട് എന്തെങ്കിലും മിസ്ന മുഫ്സിദ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി അധികം വെച്ച് നീട്ടുന്നില്ല. ചില ആൾക്കാരൊക്കെ തറാവി നിസ്കരിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നിസ്കരിക്കട്ടോ. എനിക്ക് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. നല്ല സെഷൻ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്നുകൂടെ റീകണക്റ്റിംഗ് ആയിരുന്നു. നമ്മളിന്ന് മെയിൻ ആയിട്ട് പറഞ്ഞു വെച്ചത് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള സംഭവമാണ്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നാണല്ലോ. എണ്ണക്കും. അപ്പൊ നമ്മൾ നന്ദിയുള്ള അടിയുമായിട്ട് മാറുക. പിന്നെ ഏത് പ്രാർത്ഥനക്കും നമ്മളൊരു സമയം വെക്കാതിരിക്കുക. ഇന്ന സമയത്തേക്ക് നടക്കണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരാണ്, നമ്മളൊക്കെ വെക്കും, ലിമിറ്റ് വെക്കും. നമ്മളെ ഗൈഡൊക്കെ എപ്പോഴും പറയുന്നുണ്ട് സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ദി നോളജ്. എന്തിലാണെന്ന് ഒന്ന് കീഴടങ്ങുക നമ്മൾ അതിന്റെ മുന്നിൽ. ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ ഇറങ്ങി കൊടുക്കുക. പൊതുവെ നമ്മൾ എന്താ ചെയ്യാം, നമ്മളെ സമയത്തേക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാണല്ലോ ചെയ്യാം. അപ്പൊ അത് മാറ്റിയിട്ട് എപ്പൊ നടന്നു കഴിഞ്ഞാലും നന്ദിയുള്ളവളാണ് അതിൽ എന്നുള്ള കാര്യത്തിൽ മൈൻഡ് സെറ്റ് കൊണ്ടുപോവാ. പിന്നെ ഇവിടെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എല്ലാ സെഷനിലും പറയാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. മോസ്റ്റ് എഫക്റ്റീവ് എന്താ പറയാ, നമ്മളെ ലൈഫിൽ ഒരു കീ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഏത് സിറ്റുവേഷനിലാവട്ടെ, നിങ്ങൾ കുറെ പ്രോബ്ലംസ് മേ ബി ഫേസ് ചെയ്യുന്നുണ്ടാവാം. വെൽത്തിലാവട്ടെ, കരിയറിലാവട്ടെ, റിലേഷൻഷിപ്പിലാവട്ടെ, ഫിനാൻഷ്യലിലാവട്ടെ, എന്തിലാണെങ്കിലും അതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തും. ഞാൻ അത് വെറുതെ എവിടെന്നേയും വായിച്ചു പറയുന്നതല്ല, എന്റെ ജേണി എല്ലായിടത്തും പറയുന്നതാണ്. ഞാനൊരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ടോ ഇരിക്കുന്ന ആളല്ല. ഒരു സെഷനിൽ അഫ്സൽ സാർ ഗസ്റ്റായി വന്നു. നമ്മളൊരു ടീം മെമ്പറായി ഇങ്ങനെ പരിപാടി ഹോസ്റ്റ് ചെയ്യാതിരിക്കായിരുന്നു. പിന്നെ സാർ മെസ്സേജ് ചെയ്ത് കണക്ട് ചെയ്ത ആളാണ്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ യൂസ് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്.
അൽഹംദുലില്ലാ പറയാണ്. വേറെ ഒന്നുമില്ല, ഇപ്പൊ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, എന്റെ നോളജ് ആയിക്കോട്ടെ, ട്രെയിനിങ് ഈ ഫീൽഡ് കണക്ട് ആയത് ഞാൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. അതിൽ നമുക്കൊരു പ്രെയർ മെത്തേഡ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമ്മൾ അത്രയും ഫേവറായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മൾ നടന്നു എന്ന ഫീലിങ്ങോട് കൂടി അതിൽ എഴുതുന്നതിനാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുക. അപ്പൊ അതെല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളെ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു യൂണിറ്റ് ടോക്ക് 2 or 3 ആണെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. 2 രണ്ടാമത്തെ ടോക്ക് ഉണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിനിപ്പോ എന്തെങ്കിലും അല്ലാതെ ഇത് എഴുതുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു അഫീഫ മാം പറഞ്ഞു കേട്ടു, ഇങ്ങനെ ചില സമയത്ത് എഴുതാൻ പറ്റുന്നില്ല എന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയതിനു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളെ ബോഡിക്കും മൈൻഡിനും ഒക്കെ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോട്ട് ചെയ്യാം. നമ്മൾ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അത് അതിന്റെ തിയറി അങ്ങനെയാണ്. കാരണം നമ്മളെ ബോഡി നമ്മളെ മൈൻഡ് നമ്മളോട് ഇങ്ങനെ പറയാണ്, ഒന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് പരിഗണിക്കുക. പക്ഷെ നമ്മളത് കേൾക്കാതെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പോവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇപ്പോ ചില ദിവസം നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, പക്ഷെ കുറച്ച് കാര്യങ്ങളെ നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന് ഓക്കെ, ആ കാര്യങ്ങൾ നടന്നല്ലോ, അതിന് ഫോക്കസ് കൊടുക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെല്ലാം ഇത് പതിയെ പതിയെ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുത്ത് എപ്പോഴും ഉറപ്പുവരുത്താം. എനിക്കിത് വെറുതെ നമ്മളൊക്കെ മനുഷ്യരില്ലേ. പിന്നെ എല്ലാവരും അവസരത്തിൽ പറഞ്ഞ പോലെ പ്രയറിൽ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനുഷ്യരാണ്, ഇടയ്ക്കൊക്കെ ചില നെഗറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളതൊക്കെ വരും. ഇത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി ഞാൻ കുറെ പറയുന്നില്ല, അറിയാതെ പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ടോപ്പിക് ആവുമ്പോ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഫീഡ്ബാക്സ് ആയിട്ടോ സജഷൻസ് ആയിട്ടോ? മെഡിറ്റേഷൻ ആൾക്കാരുണ്ട്. മെഡിറ്റേഷനിൽ മറ്റേ എന്റെ ബെഡിന് വേണ്ടി നന്ദി പറയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു ഫീലിങ്സിൽ വന്നു. കാരണം ബെഡൊന്നും ഞാൻ ഇതുവരെ നന്ദി പോയിട്ട് അതൊക്കെ ഒരു നമ്മളൊരു ലൈഫ് ഓഫ് പാർട്ട് അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതിനും നന്ദി പിന്നെ ഞാൻ ആലോചിക്കുന്നത്, റബ്ബ് എനിക്ക് ഈ ഒരു ബെഡ് തന്നു, ഈ റൂം തന്നു, ഈ അലമാര തന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ ഇങ്ങനെ അത്ഭുതത്തോടെ അൽഹംദുലില്ലാ, ഇത് സത്യമായിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മള് അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ആലോചിച്ചത്. എനിക്ക് വലിയ വീട് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം. എന്റെ വണ്ടിക്കൊന്നും ഞാൻ നന്ദി പറയാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. കാരണം അതൊക്കെ നമുക്ക് അല്ലാണ്ട് വന്നത്. പിന്നെ പുതിയത് എന്തൊക്കെയോ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്നു. ഇപ്പൊ ഈ ബെഡ് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഈ ബെഡിലല്ലേ ഞാൻ കിടക്കുന്നത്, അൽഹംദുലില്ലാ. പക്ഷെ ഇതിനും ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞിട്ട് പോലും ഇല്ല. എനിക്കെന്തോ അത്ഭുതം തോന്നുന്നു. അൽഹംദുലില്ലാ, ഈ ഒരു ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും മുന്നോട്ടുള്ള ക്ലാസ്സുകളിലും വരിക. അതേപോലെ നമ്മളുടെ ഒരു ഫെസ്റ്റ് വരുന്ന, എന്തായാലും ഞാൻ ഇനി മിസ് ചെയ്യാണ്ട് കേൾക്കും ഇൻഷാ അല്ലാ. അതേപോലെ നമ്മളുടെ കോഴിക്കോട് മുഡീസ് ഹോട്ടലിൽ വെച്ചിട്ട് നമ്മളുടെ ഒരു ഫെസ്റ്റ് വരുന്നുണ്ട്. ആളതിന് എൻക്വയറി നടത്തിയതായിരുന്നു. നോമ്പും അങ്ങനെ പെരുന്നാളൊക്കെ. കണക്ട് ആയതാ. അപ്പൊ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ അതുമായിട്ട് 13. കണക്ട് ചെയ്തതാണ് ഞാൻ. പക്ഷെ 13-ാം തീയതി കസിന്റെ കല്യാണം ഉണ്ടായിപ്പോയി. അല്ലെ ഇൻഷാ അല്ലാ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ബാക്കിയുള്ളവരോട് കൂടി ഒന്ന് പറയാണ്. അപ്പൊ ഞാൻ ആരെങ്കിലും ചെയ്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഗ്രൂപ്പും ഇതൊക്കെ വന്നത്. ഞാനാണ് ആളെ. ആണോ? മാഷാ അല്ലാ. അപ്പൊ ആ മാമാണ് എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. അപ്പൊ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞതൊക്കെ ആ മാമാണ്. താങ്ക് യു മാം, താങ്ക് യു. ഏതായാലും താങ്ക് യു മാം. ഏതായാലും പറ്റുന്നവരൊക്കെ അതിന് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഏപ്രിൽ 13-നാണ് കോഴിക്കോട് വെച്ചിട്ടാണ്. ഇപ്പൊ ഇതേപോലെ ഒരു ക്ലാരിറ്റി കുറവ് ഓരോ മേഖലയിലും, ഇപ്പം ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വരാം. നമ്മൾ മെയിൻ ആയിട്ട് കരിയർ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഹാബിറ്റ് ക്രിയേഷനെ പറ്റിയും സക്സസ്ഫുൾ ഇപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ എന്താണെന്നൊക്കെ ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിൽ ആ സെഷന് വന്നു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടും. അന്നത്തെ ഒറ്റ ദിവസം സെഷൻ അല്ല, അത് 23 ദിവസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് കേട്ടോ. ഓൺലൈനായിട്ട് 23 ദിവസം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതിനൊന്ന് വരാൻ ശ്രമിക്കുക. വേറെ ആരെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടോ? എന്തെങ്കിലും? ഷിത മാം എന്തെങ്കിലും? ഷിത മാം ഇന്നത്തെ സെഷൻ കേട്ട് ഇങ്ങനെ ഇരിക്കുക, മൊത്തം ഏതാ കിട്ടിയതല്ലോ എന്ന് വെച്ചിട്ട്. അസ്സലാമു അലൈക്കും. ഞാൻ എന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഈ ശുക്ർ നമാസ് എന്ന് പറഞ്ഞൊരു കാര്യം കേൾക്കുന്നത് കേട്ടോ. സത്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ കേൾക്കാണ്. അതാ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ പകുതി കിളി പോയി പറഞ്ഞ മാതിരി അയക്കണു.
കിളി പോയി എന്നല്ല, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരിക്കുന്നു, ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു അതിനെപ്പറ്റി. അല്ലേ, പെട്ടെന്ന് ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റയാൾ ഫോൺ വിളിച്ചിട്ട് എനിക്ക് പഠിച്ചു തന്നൊരു 10 അനുഗ്രഹങ്ങൾ പറയുമെന്ന് പറയുമ്പോ നമ്മള് സത്യമായിട്ട് എനിക്ക് ചിലവര് യൂട്യൂബ് ചാനൽ നന്നായിട്ട് ഫോളോ ചെയ്യും, ഞാനിപ്പോ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. കിട്ടിയെന്ന് വരും. സത്യമായിട്ട് ഇന്നലെ എനിക്ക് ഭയങ്കര സ്റ്റക്കായി പോയത്. താങ്ക് യു മുർഷിദ, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതൊന്നും കൂടെ അറിയാൻ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 10 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരും ചിന്തിച്ചില്ല, അപ്പൊ എനിക്ക് ഒരു 10 കിട്ടിയില്ലല്ലോ, ഇത്രയും കാലത്തിന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, പക്ഷെ അത് ഓർത്തെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കല്ലോ, പിന്നെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടാണല്ലോ എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എനിക്ക് എന്നുള്ളത്. കൂടുതൽ പറയണേ, ഇപ്പൊ നമ്മളെ സെഷനിൽ തന്നെ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരാൾ പറഞ്ഞു മെഡിറ്റേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, അപ്പത്തിനാണ് വേറൊരാൾ വന്നിട്ട് അത് വന്ന് പറഞ്ഞത്. ഞാൻ അതിന്റെ പുറത്തേന്ന് പിന്നെ ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി നിങ്ങൾ ആ ചിന്ത വിട്ടിട്ടില്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞതെന്ന് അറിയോ, നമ്മൾ അതിന്റെ മുന്നേ നല്ലത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരാളൊരു മോശം ഒരു അഭിപ്രായം പറഞ്ഞപ്പോ അത് മാത്രം നമ്മൾ ചിന്തിച്ച്, ദാറ്റ് മീൻസ് ഒരു നെഗറ്റിവിറ്റി കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് ചിന്തിച്ച് നമ്മളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. പക്ഷെ അതാണ് നല്ലൊരു കാര്യം ലൈഫിൽ നടക്കുമ്പോൾ അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നില്ല. അത് നമ്മൾ എല്ലാ സെഷനിലും പറയുന്ന ഒരു കാര്യമാണ്. ചാറ്റ് ബോക്സിൽ താങ്ക് യു. ഒരാൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചിട്ടുണ്ട് കേട്ടാ. ജസാക്കല്ലാഹ് ഖൈറൻ. ആ ജസാക്കല്ലാഹ്. താങ്ക് യു അൽഹംദുലില്ലാ വയ്യാക്കും. ഇറങ്ങാണ് കേട്ടോ, ഭക്ഷണം കഴിക്കാൻ പോവാൻ വിളിക്കുന്നുണ്ടോ? ഓക്കെ ബൈ ബൈ ബൈ. താങ്ക് യു ഇസ്ലാം. ഇസ്ലാം. അടുത്തത് അമീർ ഭായ്, മിസ്റ്റർ അമീർ മൊയ്തീൻ, ആളൊരു പ്രോസ്പെരിറ്റി കോച്ച് ആണ്. മജീദ്, എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും പറഞ്ഞുതരി. ഞാൻ കയറാൻ കുറച്ച് ലേറ്റ് ആയി തോന്നണേ, അതിന്റെ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് കുറവ് എനിക്കുണ്ട്. ഞാനൊരു ചെറിയ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കണ്ണൂര്, അപ്പൊ അവിടെ അത് കഴിഞ്ഞ് ഇനി വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ നോമ്പ് കാര്യങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ബിസി ടൈം ആണല്ലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ലാസ്റ്റിലേക്കാണ് കയറിയെന്നല്ലേ? അതെ. അപ്പോ അതിന്റെ ഇടയില് പിന്നെ ആരോ ഒന്ന് പറയുന്ന ആ ഒരു സമയത്താണ് ഒന്ന് കയറുന്നത്. അപ്പൊ ഇത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റേ അവര് തറാവിന്റെ സമയമാണെന്ന് ചോദിച്ചതാണ്, അതാണ് നിങ്ങൾ അത് കയറിയപ്പം കേട്ടത്? എനിക്ക് ക്ലാരിറ്റി ഒന്നുമില്ല. അയാൾ എന്തോ പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് പോവും ചെയ്തു ഇൻഷാല്ലാ എന്നും പറഞ്ഞ്. അപ്പൊ അത് നല്ലതാണോ പറഞ്ഞത് മോശമാണോ പറഞ്ഞത് ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, മോശമായിട്ട് പറഞ്ഞല്ല, ആളൊരു അഭിപ്രായം ചോദിച്ചതാണ്, മോശമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ എന്തായാലും പരിപാടി എന്താ പോസിറ്റീവാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ടൈറ്റ് പിടുത്തമില്ല മാജിദിനെ സംബന്ധിച്ചിട്ട്. മാജിദ് ഒരു ഓപ്പൺ ആണ് ടോക്ക് ചെയ്യുന്നത്. അതൊക്കെയാണ് എനിക്കൊരു ഫീൽ ആയിട്ട് തോന്നിയത്. കാരണം നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിൽ കയറി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഉണ്ടാവുക അതില് ആ ഒരു കോച്ച് എന്തോ സംഭവമാണെന്നുള്ള ഒരു തോന്നലിലായി നമ്മൾ അവിടെ ഇരിക്കുക. അതേസമയം മാജിദിന്റെ അടുത്ത് മാജിദിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ക്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു സാധനമാണ് എനിക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത്. ബാക്കി പുതിയ ആളുകൾക്ക് പുതിയ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടു, അതൊന്നുമില്ല. അപ്പൊ അവരത് കീപ്പ് ചെയ്യട്ടെ, എപ്പോഴും ക്ലാസ്സിൽ ഉണ്ടാവട്ടെ. നമ്മളെ ക്ലാസ് ആയിട്ട് ഈ ക്ലാസ്സിനെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ. ആത്മഹത്യ പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് ആത്മഹത്യ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ കുറച്ച് പരിമിതി ഉണ്ടെന്നാണ് വീഡിയോ വരാത്തത്. ഏതായാലും നിങ്ങൾ കേറി ഒന്ന് ചെക്ക്, ദാറ്റ് മീൻസ് ഒന്ന് അറിയാൻ വേണ്ടി കേറാൻ ഒരു മനസ്സ് കാണിച്ചതിൽ താങ്ക് യു സോ മച്ച്. അറിയാന്നല്ല, മാജിദിന്റെ കൂടെ യാത്ര അത്ര തന്നെ ഉദ്ദേശിക്കുള്ളൂ, അല്ലാതെ അറിയാന്നുള്ളത് മാത്രമൊന്നുമില്ല. നമ്മൾ സംസാരിച്ചിരുന്നല്ലോ, ഏകദേശം 1 മണിക്കൂറോടെ സംസാരിച്ചു. പിന്നെ മിസ്ന, ഇതാണ് കേട്ടോ ആള്. അന്ന് നിങ്ങള് എനിക്ക് നമ്പർ തന്നില്ലായിരുന്നോ? നിങ്ങള് ബിസിനസ് കൺസൾട്ടന്റ് ആന്ന് പറഞ്ഞ നമ്പർ തന്ന് ഒരു 2 മറ്റേ യൂട്യൂബിന്റെ ഗോൾഡൻ ബട്ടൺ ഒക്കെ അതിന്റെ ടീം മെമ്പർ ആണ് ഇവര് അതിന്റെ പാർട്ട്ണറോ ഇപ്പൊ ആണ്. മറ്റേ എന്താണ്, ക്രിയേറ്റീവ് ഹെഡ് ആയിരുന്നു. ഏത് മേഖലയായിരുന്നു നിങ്ങൾ കവർ ചെയ്യുന്നത് ആ ടീമില്? ഞാൻ ക്ലയന്റ് റിലേഷൻഷിപ്പും അതേപോലെ തന്നെ സെയിൽസും ആണ്. അതെ. പിന്നെ
പിന്നെ സ്വന്തമായിട്ട് വേറെയും പ്രോസ്പെരിറ്റി കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിവേ താങ്ക് യു സർ. I'm excited. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും താങ്ക് യു സോ മച്ച്. വേറെ ആരാണ്? എന്തെങ്കിലും? റഷീദ മാം, റാമി, മൊയ്തീൻ സാർ, സൽമ മാം, ഷെമി മാം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഷെമി മാം ലാസ്റ്റിൽ ഇപ്പൊ കേറിയിട്ടുള്ളൂ തോന്നുന്നു. ഇപ്പൊ കയറിയെന്ന് തോന്നുന്നു, ഞാനും കണ്ടിട്ടില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാ തുടങ്ങിയത്. സാധാരണ 8 മണിക്ക് തുടങ്ങും. കുറച്ചും കൂടെ 10-40 ആൾക്കാർ ഉണ്ടാവില്ലായിരുന്നു. 30-40. സാർ ഇത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് തീർന്നിട്ടുണ്ടോ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോറി കേട്ടോ, എനിക്കിന്ന് ക്ലാസ് മിസ്സായി പോയി. അത് കുഴപ്പമില്ല. റെക്കോർഡിംഗ് ആക്കി ഇൻഷാല്ലാ. ഇന്ന് സയന്റിഫിക് പ്രെയറിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. കുറെ വലിയ കാര്യങ്ങളൊന്നുമല്ല, ഉള്ള കാര്യങ്ങളൊന്ന് രീതിയിലൊന്ന് ഷെയർ ചെയ്തെന്നുള്ളത്. അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ. എന്നാലും നമുക്ക് അറിയുന്നത് പറയാനാണല്ലോ. പിന്നെ വേറെ ആരെങ്കിലും? സുഹറ, ബുഷ്ര, മൊയ്തീൻ, റാമി, റഷീദ, സൽമ, ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നോ എന്ത് വേണമെങ്കിലും പറയട്ടോ. റഷീദ മാം, മൊയ്തീൻ കുട്ടി സാർ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരാ തോന്നുന്നുണ്ട്. അതെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ സർ, ബുഷ്ര മാം പറഞ്ഞോളൂ. ഞാൻ പറയുകയാണെങ്കിൽ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ധൈര്യം വന്നിട്ടുണ്ട്. എന്തും നേരിടാനുള്ള ധൈര്യം. അതുപോലെ ഷമീമ ഞാനും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷമീമന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സിംഗർ ആവാന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിച്ച് കൊണ്ടുവന്നു. പക്ഷെ ഷമീമാന്റെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഞാൻ പാട്ടിനുള്ള പ്രാക്ടീസ് ഇങ്ങനെ ഓഡിയോ ചെയ്ത് വിട്ടെടുക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് എവിടെയാണ് യൂട്യൂബിലൊരു ഇത് കണ്ടു, ഒരു ഓഫർ ആയിട്ട് പറയാം, ദിൽഷാദിന്റെ ഇതിലുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി പാടാന്നുള്ളൊരു ഓഫർ കിട്ടി എനിക്ക്. ഞാൻ അതിൽ പോയി കോണ്ടാക്ട് ചെയ്തു, ഒരു റെക്കോർഡിങ് വിട്ടെടുത്തു, അവരെന്നെ സെലക്ട് ചെയ്തെടുത്തു. അൽഹംദുലില്ലാ ഇപ്പൊ ഞാനത് പാടി റെക്കോർഡ് ചെയ്ത് വിട്ട് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിട്ടുകൊടുത്തത് ഷമീമാക്കാണ്. കാരണം ഷമീമാന്റെ ആ ഒരു എനിക്ക് തന്ന ധൈര്യം ഷമീമയും പിന്നെ സാറിന്റെ കൂടെയുള്ള ഈ ക്ലാസ്സിലൊക്കെ കേട്ടതിന് ശേഷമാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഷമീമ മാം, നിങ്ങൾ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഒരുപാട് മനുഷ്യന്മാരുടെ ദ്വാലും അതേപോലെ പ്രവർത്തനങ്ങളിലും ഒക്കെ നിങ്ങളെ ഒരു പങ്ക് എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ലാസ്റ്റ് വെച്ചാണ് കയറിയത്. എങ്കിലും എനിക്ക് നീ റെക്കോർഡ് കേട്ടോണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ മാം, ബാക്കി റെക്കോർഡ് അയച്ചാൽ ഇൻഷാ അല്ലാഹ്. ഓക്കെ. വേറെ ആരെങ്കിലും? താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും? സൽമ മാം, ആള് ഫുൾ ടൈം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, പറയാനുണ്ടോ? ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ നിന്നൊക്കെ പറയാൻ പറ്റൂല, പിന്നെ വേറെ എവിടെ നിന്നാണ് ഞാൻ പറയാ? ഇവിടെ എന്തും പറയാം. നമുക്ക് നമ്മളോട് ചീത്ത പറയാനോ നമ്മളെ മിസ്റ്റേക്ക് ആണെങ്കിൽ അതും പറയാം. നമ്മൾ അതും കേൾക്കാൻ റെഡിയാ. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ വേറൊരാൾ പറഞ്ഞതുപോലെ പിന്നെ നിസ്കാരത്തിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് പറ്റിയിട്ട്, അത് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി കേട്ടപ്പോ. അപ്പൊ ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സർ. അത് എന്താ സംഭവം എന്നറിയാം. അത് നമ്മളിപ്പം ഓരോ ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ അത് അതൊരു ശുക്ർ അല്ലെങ്കിൽ എന്റെ നന്ദി കാണിക്കാനുള്ള ഒരു നിസ്കാരം എന്നുള്ള രീതിയിൽ പ്രത്യേകമായിട്ട് നിസ്കരിക്കാം. അതാട്ടോ ഉദ്ദേശം അതിന്റെ. തുടക്കത്തിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത്. 9 മണിയൊക്കെ ആയി. റെക്കോർഡിംഗ് അയച്ചാൽ ഇൻഷാ അല്ലാഹ്. നമ്മൾ 8:40 സ്റ്റാർട്ട് ചെയ്തോളൂ. 8 മണിക്ക് തുടങ്ങിയെന്ന് കരുതിയിട്ടോ. 8:40 കേൾക്കണം. ഇപ്പം റമദാൻ ആയതുകൊണ്ടേ ഇഷാവും കുറച്ച് തറാവി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടേ, അതുകൊണ്ട് 8:40 സ്റ്റാർട്ട് ചെയ്തത്. സൂറ മാം, റഷിദ മാം, രമി മാം, നിങ്ങള് 3 ആളുണ്ട് സംസാരിക്കാനുള്ള. എന്തെങ്കിലും പറയാനുണ്ടോ? Best class in my life. Thank you ma'am, thank you so much. സൂറ മാം എങ്ങനെ കണക്ട് ആയത്? നമ്മുടെ റീഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളതാണോ അല്ലെ യുണീക്നെസിന്റെ
കമ്മ്യൂണിറ്റിയിലുള്ളതാണോ? സൂറ മാം ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടതാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഏതായാലും ഓരോ സ്ഥലത്ത് ഓരോന്ന് ഇടുമ്പോൾ ഓരോ മനുഷ്യന്മാർക്ക് കണക്ട് ആവുന്നുണ്ടല്ലോ, അത് മതി, ഇട്ടാ മതി. പിന്നെ എല്ലാരും കഴിയെങ്കിൽ മറ്റേ യുണീക്നെസ് ഫെസ്റ്റിനൊക്കെ വരിക കേട്ടോ. അത് വേറെ വൈബ്രേഷൻ ആയിരിക്കും. ഞാൻ മാത്രമല്ല ഉണ്ടാവുക, നമ്മളെ ഫുൾ ടീം ഉണ്ട്. നമ്മള് ജോസഫ് അന്നക്കുട്ടി ജോസ് ആണ് കേട്ടോ ചീഫ് ഗസ്റ്റ്. പിന്നെ ഫാത്തിമ മിൻഹ മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്, സി അൽതാഫ് സർ ഉണ്ട്. പിന്നെ നമ്മൾ 2 ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനേഴ്സ് ഉണ്ട്. നിങ്ങൾ മുന്നൊരു സെഷനിൽ വന്നിട്ടുണ്ട് തെസ്നി ബാനു എന്ന് പറയുന്ന ആള്. പിന്നെ ഒരു ഫൈറൂസാർ അലിയ. പിന്നെ നമ്മൾ യുണീക്നെസ് കോഴ്സ് അഫ്സൽ സർ ഉണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞല്ലോ, ഒരാളും കൂടെ ഉണ്ടായില്ലേ, നേഹ കബീർ. വിട്ടാണ്, സോറി. ആയിക്കോട്ടെ, ഏതായാലും വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു വൈഫിന്റെ ഫാമിലി ഒക്കെ താഴെ വന്നിട്ടുണ്ട്, അവരിവിടെ ഉണ്ടായിരുന്നു, ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ വൈൻഡപ്പ് ചെയ്യില്ല, എന്നാല് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു എവരിവൺ, ബൈ ബൈ. എല്ലാവരും ശുക്ർ നമാസ് ഒന്ന് ഇന്ന് തൊട്ടിന് തുടങ്ങാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാത്തവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും നല്ല നല്ല ആക്ടിവിറ്റീസ് ഇത് ത്രൂ സ്റ്റാർട്ട് ചെയ്യട്ടെ എല്ലാവരും ഇൻഷാ അല്ലാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാട്ടോ നമ്മളെ. നിങ്ങൾക്ക് ലിങ്ക് കിട്ടി നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ ഓക്കെ, ശരി. പിന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ഇപ്പം നമ്മൾ ഹത്ത് ഓതി തീർക്കാനൊക്കെ ശരിക്കും നീയത്ത് വെക്കല്ലോ, അതേപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന നമ്മളുടെ ദിക്റുകളെയും പ്രാർത്ഥനകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നീയത്തും കൂടെ ഈ ഒരു റമദാനിൽ വെക്കുക. നമ്മളിപ്പോ ഒരു ഫാത്തിഹ ചൊല്ലുകയാണെങ്കിൽ ഫാത്തിഹന്റെ അർത്ഥം എന്താണ്, ഖുൽഹുവല്ലാഹുവിന്റെ കറക്റ്റ് അർത്ഥം എന്താണ്, അത് ചിന്തയിൽ വരണം. മീൻസ് അതിങ്ങനെ ശരിക്കും ചിന്തയിൽ വന്നാൽ നിങ്ങൾ തരിക്കുകയൊക്കെ ചെയ്യും നിസ്കരിക്കുമ്പോൾ. മീൻസ് അറിഞ്ഞുകൊണ്ട് തരിക്കുക എന്നല്ല, ഉദ്ദേശിച്ച് അറിയാണ്ട് മനസ്സിങ്ങനെ തരിക്കുകയൊക്കെ ചെയ്യും, കുളിർമയൊക്കെ വരും. അതൊന്ന് മൈൻഡിൽ വരിക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അർത്ഥം അറിഞ്ഞ ഓരോ കാര്യം. മാം, അങ്ങനെ ടെൻഷൻ സങ്കടമൊന്നും വേണ്ട. എല്ലാം കൃത്യസമയത്താണ്, ഹൈറായ സമയത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാന്നില്ല. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാത്തിയിൽ ഇപ്പൊ ഒരു ഇത് തോന്നുന്നത്. നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ മതി, നമുക്ക് ഇനി മുന്നോട്ട് പോകും ഷെയർ ആയിട്ട് ഇൻഷാ അല്ലാ. ഇതാണ് ഇപ്പൊ നിങ്ങൾക്കുള്ള റൈറ്റ് ടൈം, ഓരോരുത്തർക്ക് ഓരോ സമയത്തല്ലേ ഇൻഷാ അല്ലാ. അപ്പൊ ഓക്കെ, ശരി, എന്നാ താങ്ക് യു ഗൈസ്. പോസ്റ്റ് കണ്ടിട്ടുണ്ട്, കുറ്റബോധമുണ്ട്, കുറ്റബോധമൊന്നും വേണ്ട, എല്ലാം അതിന്റെ സമയത്ത് അങ്ങ് നടക്കും. അത് വന്നതിൽ ഇതിപ്പോ ഇവിടെ എത്തിയതിൽ താങ്ക് യു. താങ്ക് യു വയ്യാക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്.